അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബിങ്ങളെ, സഫു ഷഹനാസ് റജുല ബിന്ത് കാസിമാജി സലീം തൂവശ്ശേരി. സിറാജ് ചങ്ങാനി. അലി പെട്ടി വളവരം. നൗഫൽ പുല്ലാളൂർ. നഫീസത്തുൽ മിസ്രി അന്നലത്തെ ക്ലാസ്. താങ്ക് യു. ഫാത്തിമ ഫഹാർ. ജുനൈദ് ഓമശ്ശേരി. ജുനൈദ് വൈസി ഓമശ്ശേരിയുടെ ഐഡിയ ആണ്. മുജ്മൽ റഹീമി. മുജീബുർ റഹ്മാൻ. റഹീം ഭട്ടാദി. ഷാൻ റഹ്മാൻ. ഷാക്കിർ മുഹമ്മദ്. അലൈഹിസ്സലാം. പെട്ടെന്ന് തുടങ്ങണമെന്ന് അസറിന് മൗലൂദ് അതുകൊണ്ടാണ് എല്ലാ പള്ളിയിലും. അപ്പോൾ നമുക്ക് ഈ വിഷയം പറഞ്ഞു തീർക്കണേ ഒരു 3 മണിക്കൂറെങ്കിലും സമയം എടുക്കണ്ട. ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്തിട്ട് വളരെ പ്രധാനപ്പെട്ട ഭാഗം മാത്രമേ എന്ന് പറയുള്ളൂ. മുജീബുർ റഹ്മാൻ സൗദിയിൽ നിന്നാണ്. ഉവൈസ് റഹ്മാനി. ഇൻഷാ അല്ലാഹ്. മുജീബുർ റഹ്മാൻ ബദ്രി മേലാറ്റൂർ. മാഷാ അല്ലാഹ്. അപ്പോൾ ജുനൈദ് വൈസി ഓമശ്ശേരി. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ചേർന്നിട്ടില്ല അല്ലേ? അന്ന് അവിടെ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആളാണോ? ആളായി. 100 ആളായ പറയൂ കേട്ടോ. നൗഫൽ ഖാസിമി കുമ്മനം. വലൈക്കും സലാം ഉസ്താദെ. നൗഫൽ റിയാദ്. ജമാലുദ്ദീൻ. വലൈക്കും അസ്സലാം. നൗഫൽ റിയാദ്. റിയാദിലേക്ക് അടുത്ത് വരുന്നുണ്ടോ? ഇല്ല.
എനിക്ക് ഗൾഫിലേക്ക് വരാൻ അങ്ങനെ ഇഷ്ടമില്ല. അതാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ റമദാനിന് ക്ഷണമുണ്ടായിരുന്നു UAE-യിലേക്ക്, പക്ഷെ ഞാൻ പോയില്ല. ഗൾഫിൽ പോകുന്ന ഇഷ്ടമില്ല. ഇപ്പം അടുത്ത് കുവൈറ്റിലും ഒമാനിലും ഉണ്ടായിരുന്നല്ലോ 2 മാസത്തിന് മുമ്പേ. നമ്മുടെ പ്രോഗ്രാം റൊട്ടേഷനും റൊട്ടീനും ചിലപ്പോൾ ശരിയാവില്ല. മുഹമ്മദ് അഷ്കർ, ഷെരീഫ് ഹുമായൂൻ, ജാബിർ ജാബി, അലൈഹിസ്സലാം. മുഹമ്മദ് നൗഫൽ, അബൂ താഹിർ, ഷഫീഖ് പുതിയോട്ടിൽ. ഈ സമയം എത്ര കണ്ട ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. 78 ആളായിരുന്നു. ഷാവുദങ്ങൾ അലമ്പലാശ്ശേരി, ഞങ്ങളുടെ മൗലൂദ് 3 PM ആരംഭിക്കും. അതാണ് എല്ലായിടത്തും പ്രശ്നം. ഇവിടെ 4 മണിക്ക് ആരംഭിക്കും. അപ്പോൾ നമുക്ക് 74 ആൾ വെച്ച് തുടങ്ങല്ലേ, അത് നല്ലത്. 25 ആൾ വരണേ നിങ്ങൾ എന്തുട്ട് ഷെയർ ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്യില്ലല്ലോ. ഇന്നത്തെ ഹെഡിങ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഹദി മക്കത്തു, പറയാം. ഖദ് അൽഖത്ത് ഇലൈക്കും അഫ്ലാദ കബ്ദിഹാ. അതാര് പറഞ്ഞാന്നറിയോ? അത് മനോഹരമായ, വശ്യമനോഹരമായ ഒരു എന്താ പറയുക, സാഹിത്യമുള്ളൊരു വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണത്. ഇതാ മക്കയുടെ കരളിൻ്റെ കഷ്ണങ്ങളെ നിങ്ങൾക്ക് എറിഞ്ഞു തന്നിരിക്കുന്നു. നിങ്ങൾ വന്നവരൊന്ന് ഷെയർ ചെയ്താൽ, 75 ആളുകൾ 75 തവണ ഷെയർ ചെയ്താൽ തന്നെ ചിലപ്പോൾ കുറേ ആൾക്കാർ വരും. 100 നമുക്ക് തുടങ്ങാം. കീഴ്വഴക്കം തെറ്റിക്കുന്നില്ല. സയ്യിദത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് വരയ്ക്കും. അൻഷാദ് BM, നമ്മുടെ 2 അഡ്മിൻസ് എത്തിയിട്ടുണ്ട്, 3 അഡ്മിൻസ് എത്തിയിട്ടുണ്ട്. ഷാൻ റഹ്മാൻ, സൈഫുദ്ദീൻ വൈസി, അബൂ സുഫിയാൻ മരുദയൂർ. അബൂ സുഫിയാൻ മരുദയൂർ നമ്മളെ പുസ്തകമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ പോസ്റ്റ്. കമറുൽ ഇസ്ലാം വൈസി ജീവിച്ചിരിപ്പുണ്ടോ? മുഹമ്മദ് നിസാർ, പലയിടത്തും മൗലൂസസ് ഉണ്ട്. നമുക്കിന്ന് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെയും പറ്റിയില്ല. ഇന്നലെ രാത്രി ടയേർഡായി. ഇന്നലെ രാത്രിയും പറ്റിയില്ല. അതാണ് ഈ സമയത്ത് ആക്കിയത്. 83 ആളായി. തൊണ്ണൂറ്റിയാറ് ആളായി. 4 ആളുകൾ എത്തിയാൽ നമുക്ക് തുടങ്ങാം. 98. അജ്മൽ റഹീമി, അബൂ താഹിർ. മാഷാ അല്ലാഹ്, അബൂ താഹിർ എന്ന ഐഡിയിലുള്ള ആൾക്ക് അല്ലാഹ് വലിയ ഗുണം ചെയ്യട്ടെ. 5 തവണ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 തവണ തന്നെ ഷെയർ ചെയ്യാത്തവരുണ്ട്. അത് പ്രത്യേകത വേണ്ട, ഞാൻ നോക്കും ഇൻഷാ അല്ലാഹ്. 98 ആളായി. 2 ആളോട് വന്ന് നമുക്ക് തുടങ്ങാം. തൊണ്ണൂറ്റി 99 ആളായിട്ടുണ്ട്. ഈ സമയത്ത് 99 ആളുണ്ടായത് തന്നെ വായിക്കും. ഷാനവാസ് കാസിമി, തൊപ്പി എവിടുന്നാണ് വാങ്ങിയത്? മുമ്പേ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇറാഖിൽ നിന്ന് വാങ്ങിയതാണ്. അവിടെ ബിഷ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മസാറിൻ്റെ മുമ്പിൽ നിന്ന് തൊട്ടടുത്ത് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മസാറുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നാണ് ഇത് വാങ്ങിയത്.
ഇറാഖിൽ നിന്നാണ്. JB തെരുവത്ത്. ഓക്കെ. അക്ബർ കരുവാട്ടിൽ 5 തവണ ഷെയർ ചെയ്തു. ഹബീബിങ്ങളെ, മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന ടാഗ്ലൈനിൽ നമ്മൾ നടത്തുന്ന യാത്രയുടെ 424-ാമത്തെ എപ്പിസോഡ്. അൽ മദീനത്തുൽ മുനവ്വറയെ പറഞ്ഞു പറഞ്ഞ് നിലമഴ പോലെ പ്രണയം പെയ്തിറങ്ങുന്ന മദീനയുടെ തെരുവീതികളിലൂടെ കടന്നുപോയി പുണ്യ സഹാബത്തായ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരവൃന്ദന്മാരുടെ വീട്ടിലൂടെ കടന്നുപോയി മദീനയുടെ ഓരോ തെരുവീതികളിലും വീണ് കിടക്കുന്ന പൊഴിഞ്ഞു കിടക്കുന്ന പ്രണയത്തിൻ്റെ കൽഹാര പുഷ്പങ്കര കൈകൊണ്ടൊന്നു വാരിയെടുത്ത് നമ്മൾ ആസ്വാദാരങ്ങളിൽ വെച്ചാണ് ഈ യാത്ര തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ബദറിലാണ്. അപ്പോൾ നമ്മൾ ടൈറ്റിൽ വെച്ച് തുടങ്ങാം. പിന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടി വരും. വളരെ കുറച്ചെന്ന് പറയുന്നുള്ളൂ, കാരണം നമുക്ക് 4 മണിക്ക് കൃത്യം നിർത്തണം. ബ്രീഫ് ചെയ്ത് പറയാം. ഹാദിഹി മക്ക ഖദ് അൽഖത് ഇലൈക്കും അഫ്ലാദ കബദിഹാ. ആ ടൈറ്റിൽ വെച്ചാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദ്യവും മനോഹരവുമായ ഒരു വാക്കാണ്. ഹംസ ഷറഫി തോട്ടര ലൈനിലുണ്ട്. മുസ്ലിം വിഭാഗം മുഅ്മിനീങ്ങളായ ആളുകൾ ബദറിലെത്തിയപ്പോൾ വൈകുന്നേരമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബി താലിബ്, സുബൈർ ഇബ്നുൽ അവ്വാം, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അവരെയൊക്കെ കൂട്ടി പരിസര നിരീക്ഷണത്തിന് വേണ്ടി, അവിടുത്തെ അന്തരീക്ഷം ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ബദറിൽ പോയ ആളുകളുടെ ഉണ്ടാവും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ ഒരു ശൈലി അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, എന്തായാലും മലയാളത്തിൽ പറയാം, നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് മദീനയിലാണെങ്കിലും ശരി മക്കയിലാണെങ്കിലും അത് ഹൃദയസ്പൃക്കായി വൈകാരികമായി അനുഭവിച്ചിട്ട് യാത്ര ചെയ്യണം. ബദറിലൊരു ഹാലിൽ ഇങ്ങനെ പോയി ഇതാണല്ലോ ബദർ അല്ലേ, 5 മിനിറ്റ് അവിടെ ഇറങ്ങിയെന്ന് തിരിച്ചു പോരുക എന്നുള്ളത് എത്ര സമയം എന്നുള്ളതല്ല. നമ്മൾ ആ ബദറിൽ ചെല്ലുമ്പോൾ ആളുകൾ പടച്ചോനെ ഇവിടെയല്ലേ യുദ്ധം നടന്നത്, ഇവിടെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നുപോയത്. മാഷാ അല്ലാഹ്, നൗഷാദ് വാക്കവി ഉസ്താദ് ലൈവിലുണ്ട്. അന്ന് അവരുടെ വാപ്പയുടെ ആണ്ട് ദിവസമാണ്. എല്ലാവരും രാമ്യം പറയും. നമ്മുടെ മലയാളത്തിലെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിത്യനൂതനമായ സംസാര വൈഭവം കൊണ്ട് മലയാളി പ്രബോധക വൃന്ദത്തെ ത്രസിപ്പിച്ച പ്രവാചക സ്നേഹിയായ ഒരാൾ കൂടിയാണ് നൗഷാദ് വാക്കവി. നമ്മുടെ അടുത്ത സുഹൃത്താണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് ഞാനായിക്കൊള്ളുന്നില്ല, എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒട്ടേറെ മദ്ഹുകൾ എഴുതിയ ഒരാൾ കൂടിയാണ്. മദീനയിലെ ഈന്തമരത്തിലെ ഏത് കൊമ്പൊടിച്ചാണ് ഇഷ്കിൻ്റെ മഷിക്കുപ്പിയിൽ മുക്കി മുക്കി അദ്ദേഹം എഴുതിയതെന്നറിയില്ല. അപ്പം അദ്ദേഹത്തെ പോലെ ഒരു മകനെ സമ്മാനിച്ച വാപ്പ മരിച്ചുപോയതിൻ്റെ ആണ്ട് ദിവസമാണ്. ഇന്നത്തെ ദിവസം മരിച്ചു എന്നൊക്കെ ഭയങ്കര സംഭവമായിരിക്കില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. വാക്കവി ഉസ്താദിൻ്റെ പ്രസംഗത്തിലൂടെ ഉണ്ടാകുന്ന നന്മകളുടെയൊക്കെ ഒരു പ്രതിഫലം അവരെ കബറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യതാണല്ലേ. അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകളിൽ ദുആ ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഇത്രയും ആളുകൾ ആമീൻ പറയാണ്. ഇപ്പോൾ ഇത്ര ആളാണ് കേൾക്കുന്നതെങ്കിലും നാളെ നോക്കുമ്പോഴത്തേനും 25,000 ആളുകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ ആമീൻ പറയും. അള്ളാഹു നമ്മുടെയൊക്കെ മരണപ്പെട്ടു പോയവരുടെ മാതാപിതാക്കളുടെ ഹളറത്തിലേക്ക് അസ്ഹാബുൽ ബദറിനെ കുറിച്ച് പറയുന്ന ഈ നന്മകൾ ഇന്ന് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മളിന്ന് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഉസ്താദെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വൈകാരികതയോടെ ബദറിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ തലേ രാത്രിയിലെ വൈകുന്നേരം ആയപ്പോൾ അതിലിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഖുറൈശികൾക്ക് വെള്ളം കൊണ്ടുപോകുന്ന 2 അടിമകളെ കണ്ടുമുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, ഖുറൈശികളെ കുറിച്ച്
വല്ല വിവരവും ഉണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവർ ഈ ചരൽക്കുന്നിൻ്റെ അപ്പുറത്തുണ്ട്. എത്ര പേരുണ്ട്? ധാരാളം പേരുണ്ട്, എണ്ണം അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അവർ ദിവസവും എത്ര ഒട്ടകത്തെ അറുത്താണ് ആ സംഘം ഫുഡ് കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്? എത്ര ഒട്ടകത്തെ അറുത്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചില ദിവസം 9, ചില ദിവസം 10 ഒക്കെ ഒട്ടകങ്ങളെ അറുക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബത്തിനോട്, എങ്കിലവരൊരു 1000-ൻ്റെയും 900-ൻ്റെയും ഇടയിലുണ്ടാവും. നോക്കി എത്ര കൃത്യമായിട്ടാണല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഒട്ടകം ഒരു ദിവസം എത്ര അറുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവരെ സംഘബലത്തെ കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളപ്പെടുത്തുകയാണ്. അവരിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് പ്രമാണിമാരായ ആരൊക്കെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, അബൂജഹലുണ്ട്, റുത്തുബത്തുണ്ട്, ഷൈബത്തുണ്ട്, ഉമയ്യയുണ്ട്, വലീദുണ്ട്. പ്രമാണിമാരുടെ പേര് പറഞ്ഞു. ബാബു റയ്യാൻ, ബദരീങ്ങളാൽ തുണറബ്ബൻ, ആമീന യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയാണ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ, ഹാദിഹി മക്ക ഖദ് അൽഖത് ഇലൈക്കും അഫ്ലാദ കബദിഹാ. മക്ക ഇതാ അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ നിങ്ങൾക്ക് വലിച്ചെറിഞ്ഞ് തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ വാക്ക്? മക്ക ഇതാ അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ നിങ്ങൾക്ക് വലിച്ചെറിഞ്ഞ് തന്നിരിക്കുന്നു. ഈ ഉത്തുബയും ഷൈബയും വലീദും അബൂജഹലും ഒക്കെ മക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരളിൻ്റെ കഷ്ണങ്ങളാണ്. മക്ക എന്നുള്ള ആ ഭൂമികയുടെ മഹത്വവുമായി ബന്ധപ്പെട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം സംസാരിക്കുന്നത്. മക്ക രാജ്യത്തിൻ്റെ നേതാക്കന്മാരാണല്ലോ അബൂജഹലുവരൊക്കെ. പക്ഷെ തൊട്ട ഉടനെ പ്രയോഗിക്കുന്ന വാക്കെന്താണ്? അൽഖത്ത് ഇലൈക്കും, നിങ്ങളിലേക്ക് എറിഞ്ഞു തന്നിരിക്കുന്നു, അഫ്ലാദ കബദിഹാ, കരളിൻ്റെ കഷ്ണങ്ങളെ എറിഞ്ഞു തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എറിഞ്ഞു തന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ മക്ക ഉപേക്ഷിച്ചു ഈ കരളിൻ്റെ കഷ്ണങ്ങളെ, നിങ്ങൾക്കിതാ ഇട്ട് തന്നിരിക്കുന്നു, പൊട്ടിച്ചോളി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് വാക്കുകളുടെ ഒരു വിസ്മയം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതായിരുന്നു ആ വാക്കിൻ്റെ പിന്നിലെ രഹസ്യം, അതായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അത് പറഞ്ഞ സമയം എപ്പോഴാണ് അവസാനിക്കുക എന്ന് അറിയാത്തത് കൊണ്ടാണ് അടുത്തൊരു സംഭവം ഉദ്ധരിക്കാം. ബദറിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ദഫ്രാനിൽ നിന്ന് യാത്ര തിരിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സൈന്യം അസാഫിർ വഴിയാണ് റമദാൻ 16-ന് ബദറിൻ്റെ അല്പദൂരെ എത്തിച്ചേരുന്നത്. റമദാൻ 16-ന്, അതായത് ഇന്നലെ രാത്രി അവിടെ തമ്പടിച്ചു. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ കാര്യമാണ് നേരത്തെ പറഞ്ഞ്. അന്ന് പകല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി ബദറിൻ്റെ തൊട്ട സമീപത്തുള്ള ആ ഗ്രാമം ഒന്നിങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു വയോധികനെ കണ്ടുമുട്ടി. പ്രായമുള്ള ഒരാളാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, എന്താണ് മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഖുറൈശികളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നാളെ ഇവിടെ ഒരു യുദ്ധം നടക്കാൻ പോവല്ലേ, അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വൃദ്ധനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയില്ല, അബൂബക്കർ സിദ്ദീഖിനെ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ല. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്?
നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആദ്യം പറ, ഞങ്ങളല്ലേ ആദ്യം ചോദിച്ചത്, അപ്പോൾ ആദ്യം പറ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ആരാന്ന് പറഞ്ഞു തരാം. അപ്പോഴയാൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് മുഹമ്മദും സംഘവും ഇന്നാലിന്ന ദിവസം മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് ഈ പറയണത്. ബദറിൻ്റെ തൊട്ട് സമീപത്തുള്ള ഒരു ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഈ സംസാരം നടക്കുന്നത്. മുഹമ്മദും സംഘവും ഇന്നാലിന്ന ദിവസം മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ അവർ ഇന്ന് ഇന്നാലിന്ന സ്ഥലത്തെത്തിയിട്ടുണ്ടാവും. ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആ വൃദ്ധൻ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും തമ്പടിച്ച സ്ഥലമാണ് അയാൾ കൃത്യമായി പറഞ്ഞത്. അപ്പോൾ ഖുറൈശികളുടെ അദ്ദേഹം പറഞ്ഞു, അവരിന്ന ദിവസമാണ് മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. കേട്ടത് ശരിയാണെങ്കിൽ അവർ ഇന്നാലിന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. അവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വൃദ്ധം പറഞ്ഞത് രണ്ടും കൃത്യമായ മറുപടിയാണ്. വിവരങ്ങളൊക്കെ കൈമാറിയപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരാണ്? മിമ്മൻ അന്തുമ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അല്ല, നിങ്ങൾ ആരാണ്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ നിന്ന് ശ്രദ്ധിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, നഹ്നു മിമ്മാ നഹ്നു മിമ്മാ, ഞങ്ങൾ മായിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ മായിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അതായത് ബീജത്തുള്ളിയിൽ നിന്നാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. കാരണം അയാളോട് സത്യം പറയാൻ പറ്റത്തില്ല, അല്ലേ? അയാളോട് സത്യം പറയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു ഈ നടന്നു വന്നത് അയാളോട് സത്യം പറയാൻ പറ്റാത്ത കാരണം. എന്നാൽ പിന്നെ നുണ പറയാനും പറ്റില്ല. പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം തമാശയ്ക്ക് പോലും നുണ പറയാത്ത ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നുണ പറയാനും പറ്റില്ല. അപ്പോൾ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഞങ്ങൾ മായിൽ നിന്നാണ്. അത് സത്യമാണല്ലോ, ബീജത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ അയാൾ ചോദിച്ചു, ഏതു മായിൽ നിന്ന്? മാമിൻ മായിൻ അമിൻ മായിൽ ഇറാഖ്. ഇറാഖിൽ മായിൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മായിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇറാഖ്. ആ ഇറാഖിലെ മായിൽ നിന്നാണോ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു. ഇറാഖിലെ മാവ് പ്രദേശത്തുകാരാണ് ഈ രണ്ടുപേരും എന്നാണ് ആ വൃദ്ധം മനസ്സിലാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊന്ന് ചിരിച്ചു, മറുപടി ഒന്നും പറഞ്ഞില്ല. ആണ് എന്ന് പറഞ്ഞാൽ കളവാവും, അല്ല എന്ന് പറഞ്ഞാൽ അയാൾ വീണ്ടും ചോദിക്കും, പിന്നെ ഏത് മായിൽ നിന്നാണെന്നൊക്കെ. അപ്പോൾ റസൂലുള്ളാഹി അവർ ചിരിച്ചിട്ട് അവിടുന്ന് പോയി. ഹബീബിങ്ങളെ, നമുക്ക് സത്യം പറയാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരിക്കലും നുണ പറയരുത്. എന്നാൽ നുണയല്ലാത്ത ഇതുപോലെയുള്ള വാക്കുകൾ പ്രയോഗിക്കാൻ പറ്റും. പക്ഷെ ആ പ്രയോഗിക്കുന്ന ഒരാളെ ചതിക്കാനോ ഒരാളെ വഞ്ചിക്കാനോ ഒരാളെ അപകടപ്പെടുത്താനാണെങ്കിൽ അങ്ങനെ മാറ്റി പറയുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പോലും തെറ്റായി മാറും. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മായിൽ നിന്നാന്ന് പറഞ്ഞത് നുണയല്ല. അതേസമയം അത് മറ്റൊരാളെ വഞ്ചിക്കാനല്ല. ആ വൃദ്ധനെ ഇവർ മായിൽ നിന്നാന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശയ്ക്ക് പോലും നുണ പറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമാണ് അവിടെ നമ്മൾ കണ്ടത്. ഓക്കെ, നിങ്ങൾ അധികം കേൾക്കാത്ത മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം. അസ്ഹാബുൽ ബദറിന്റെ ഒരു മഹത്വം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 1300 പടയാളികൾ എന്നാണ് ഒരു അഭിപ്രായം. 1000 സ്ഥിരപ്പെട്ട അഭിപ്രായം. ഏതായാലും 1000 കുട്ടികൾ, 1000 പടയാളികൾ ആയിട്ടാണ് അവർ യുദ്ധത്തിന് പുറപ്പെട്ട്. ഇത് നിങ്ങൾ കേൾക്കാത്തല്ല, ഇത് കേട്ടതിന് ശേഷം പറയാൻ പോകുന്നൊരു സംഭവം ത്തിന്റെ തുടക്കം എന്ന നിലക്കാണ് ഇത് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. 100 കുതിരകളുണ്ട്. 100 കുതിരകൾ, 700 ഒട്ടകങ്ങൾ,
600 പടയങ്കികൾ അവർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബുൽ ബദറിന്റെ എത്രയായിരുന്നു? ഒന്ന് കമന്റ് ചെയ്തോളൂ, അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തോളൂ. ഇതാ കേട്ടോളൂ, 3 കുതിരകൾ. ഇത് ഹൃദയപൂർവ്വം കേൾക്കണം, ഇന്ന് വിശാലമായി പറയുന്നില്ല. ബദറിനെ കുറിച്ച് കഴിഞ്ഞ 4 വർഷങ്ങളിൽ സവിശദമായി 2, 4, 3 മണിക്കൂർ വരെ പ്രസംഗിച്ച ലൈവ് കിടക്കുന്നുണ്ട്. ഇന്ന് അതിൻ്റെ ഷോർട്ട് മാത്രം, അതിൻ്റെ കണ്ടന്റ് മാത്രം പറയാണ്, ഏറ്റവും വൈകാരികമായ കണ്ടന്റ് മാത്രം പറയാണ്. നമ്മളിന്ന് നോമ്പ് തുറന്നാൽ നെയ്ച്ചോറ് ഇറച്ചിയും ബദരീങ്ങളുടെ പേരിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അല്ലാതെ അതിൻ്റെ ബർക്കത്ത് നമുക്ക് നൽകട്ടെ. പക്ഷേ ചങ്കൂടെ ഇറങ്ങുമ്പോൾ ആലോചിക്കണം, അസ്ഹാബുൽ ബദർ എന്ന ധീരരായ മഹാനുഭാവന്മാർ അനുഷ്ഠിച്ചൊരു ത്യാഗം. 3 കുതിരകൾ ഉണ്ടായിരുന്നു. എത്ര 313 ആളുകൾക്ക് 3 കുതിര. ഞാനത് ആവർത്തിച്ചു പറയുന്നത് ഒരോളത്തിൽ കേൾക്കാതെ മനസ്സിലങ്ങോട്ട് ചങ്കിൽ കൊള്ളാൻ വേണ്ടിയ 3 കുതിരകൾ. അതിലൊന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, രണ്ടാമത് സുബൈർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ മർസദ് റളിയല്ലാഹു അൻഹു ആണ്. 70 ജിന്നുകളും കൂടെ ഉണ്ടായിരുന്നു എന്ന് ഒരു റിപ്പോർട്ടിലുണ്ട്, ഞാൻ ഉദ്ധരിക്കുന്നില്ല. 70 ഒട്ടകങ്ങൾ. 70 ഒട്ടകങ്ങൾ. 313 ആളുണ്ട്, 70 ഒട്ടകങ്ങൾ. ഒരൊട്ടകപ്പുറത്ത് 3 ആളുകൾ മാറി മാറിയാണ് യാത്ര ചെയ്തത്. എൻ്റെ പൊന്നു ഹബീബിങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കാണി, 3 കുതിരകളും 70 ഒട്ടകങ്ങളും മാത്രമുള്ള ഒരു സംഘം. 4 or 5 ആളുകൾ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ 313 ആളുകൾ 70 ഒട്ടകപ്പുറത്ത് കയറണമെങ്കിൽ 3 ആളുകൾ വീതം മാറി മാറി കയറണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹുവും അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവും ഒരു ഒട്ടകപ്പുറത്ത് മാറി മാറിയായിരുന്നു യാത്ര ചെയ്തത്. ഹബീബിങ്ങളെ, ഒന്ന് നന്നായി മനസ്സിലാക്കണം കേട്ടോ. 3 ആളുകൾ ഒരേ സമയം ഒരു ഒട്ടകപ്പുറത്ത് വെച്ച് സഞ്ചരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഒരാൾ കുറച്ച് ദൂരം ഒരു ഒട്ടകപ്പുറത്തിരിക്കും, എന്നിട്ട് അയാൾ ഇറങ്ങും, എന്നിട്ട് വേറൊരാൾ ഒട്ടകപ്പുറത്തിരിക്കും, അയാൾ ഇറങ്ങും, എന്നിട്ട് 3ാമത്തെ ആൾ കയറും. അങ്ങനെ ആ ഒരൊറ്റ ഒട്ടകപ്പുറത്ത് 3 ആളുകൾ ഇത്രയും മദീനയിൽ നിന്ന് ബദറിൽ എത്തുന്നവരെയുള്ള കിലോമീറ്ററുകൾ സഞ്ചരിച്ചു എന്നാണ്. അതുകൊണ്ടാണ് നടന്ന് നടന്ന് സഹാബത്തിൻ്റെ കാലിൽ പൊളകനുണ്ടായി, ചവിട്ടി നടന്നു പോയിട്ട് പൊളകനുണ്ടായി എന്ന് പറയാൻ കാരണം. അല്ലാതെ 3 പേരും ഒരേ സമയം ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കൽ. കാരണം ഈ യുദ്ധത്തിൻ്റെ ഭക്ഷണങ്ങളൊക്കെ ഓരോ ഒട്ടകപ്പുറത്തും ഉണ്ട്. അതൊക്കെ വഹിച്ചിട്ടാണ് ഒട്ടകം പോകുന്നത്, ഫുഡ് കഴിക്കണ്ടേ. ചിലരിത് മനസ്സിലാക്കാതെ ചിലർ മൊത്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും നടന്നിട്ടാണ് പോയതെന്ന്. അങ്ങനെയല്ല. ചിലർ പറയുന്നുണ്ട് ഒരു ഒട്ടകത്തിൻ്റെ മേൽ 3 ആളുകൾ വെച്ച് സഞ്ചരിച്ചെന്ന്. അതും തെറ്റാണ്. പകരം ഇങ്ങനെയാണ്, ഒരൊട്ടകപ്പുറത്ത് 3 ആളുകൾ നിശ്ചയിച്ചു, പക്ഷെ അവർ ഊഴം വെച്ച് കുറച്ച് ദൂരം മാറി മാറിയാണ് സഞ്ചരിച്ചത്. ഒരൊട്ടകപ്പുറത്ത് ഒരൊറ്റ ആളാണ് സഞ്ചരിച്ചിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബാക്കി ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ഒരൊട്ടകപ്പുറത്ത്. അല്ല, സഹാബത്ത് തലയിലേറ്റ് നടക്കൂലല്ലോ. ബദറിൽ ഇവരെ സഹായിക്കാൻ ഭക്ഷണത്തിന് വേണ്ടി വേറെ ആളുകളൊന്നുമില്ലല്ലോ. ഇത് കൃത്യമായി ചരിത്രബോധത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞതിൻ്റെ സത്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഇതാ പറയാൻ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഊഴമായപ്പോൾ അവര് പറഞ്ഞു, നബിയേ, അങ്ങേക്ക് പകരം ഇനി ഞങ്ങൾ നടന്നുകൊള്ളാം നബിയേ. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ പുറത്ത് നിന്ന് ഇറങ്ങി നടക്കേണ്ട ഊഴം വന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ ഹബീബിങ്ങളെ? അപ്പോൾ മനസ്സിലായില്ലേ, 3 ആൾ ഒരേ സമയം ഒട്ടകപ്പുറത്ത് ഇരുന്നിട്ടില്ല. ഒട്ടകത്തിന് അങ്ങനെ വായിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അങ്ങനെ അവർ നടക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഒരു ഊഴം വരും. റസൂലുള്ള ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങി നടക്കേണ്ട ഊഴം വന്നില്ലേ? അപ്പോൾ അവർ പറയുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹുയും അബൂ ലുബാബയും കൂടി പറയുന്നുണ്ട്, അങ്ങേക്ക് പകരം ഇനി ഞങ്ങൾ നടന്നുകൊള്ളാം നബിയേ. അപ്പോൾ റസൂൽ തന്നെ ഒട്ടകപ്പുറത്തിരുന്നാൽ മതി എന്ന് പറയുകയാണ്. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ?
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയാണ്, നഹ്നു നംഷി അൻക എന്ന് പറഞ്ഞപ്പോൾ റസൂൽ മറുപടി പറയാണ്, മാ അന്തുമാ ബി അഖ്വാ മിന്നീ, നിങ്ങൾ എന്നേക്കാൾ വലിയ ശക്തന്മാരൊന്നുമല്ല, വല അന ബി അഗ്നാ അനിൽ അജ്രി മിൻകുമാ, നിങ്ങളെക്കാൾ പ്രതിഫലം ആവശ്യമില്ലാത്തവനുമല്ല. ഹബീബിങ്ങളെ ചങ്ക് തറച്ചിട്ട് കേൾക്കണം. മദീനയിൽ നിന്ന് ബദറിലേക്ക് ഏകദേശം 150 കിലോമീറ്റർ ദൂരമുണ്ട്. ഊഴം വെച്ച് അള്ളാന്റെ റസൂൽ ഒരു ഒട്ടകത്തിന്റെ താഴെ നടന്നു പോവുകയും അലി റളിയല്ലാഹു അൻഹുവും അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയും ചെയ്യുന്ന രംഗം നോക്ക്. കുറച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാന്റെ ഊഴം വരുമ്പോൾ ഒട്ടകപ്പുറത്ത് കയറും. അപ്പൊ രണ്ടുപേരും നടക്കും. കുറച്ചു കഴിഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഊഴം വരും. അപ്പൊ റസൂലുള്ളാഹിയും അബൂ ലുബാബയും നടക്കും. കുറച്ചു കഴിഞ്ഞാൽ അബൂ ലുബാബയുടെ ഊഴം വരും. അപ്പൊ റസൂലുള്ളാഹിയും അലി റളിയല്ലാഹു അൻഹു നിലത്തൂടെ നടക്കും. നേതാവായ റസൂലുള്ള അനുയായികളെ പോലെ നടക്കുകയാണ് ഭൂമിയിലൂടെ. സങ്കല്പിക്കാൻ പറ്റുമോ അത്? സങ്കല്പിക്കാൻ പറ്റുമോ അത്? ബദർ നൽകുന്നത് കേവലം ഒരു യുദ്ധത്തിന്റെ പാഠം മാത്രമല്ല, റസൂലുള്ള അത്രയും വിനയാന്യതനായിരുന്നു എന്നാണ്. അള്ളാഹു നമുക്ക് വിനയം പ്രദാനം ചെയ്യട്ടെ. മനസ്സിലാണ് വിനയം, നമ്മുടെ വേഷത്തിലോ സംസാരത്തിലോ അല്ലെങ്കിൽ ഒന്നുമല്ല, മനസ്സിലാ വിനയം ഉണ്ടാകുക എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഈ സംഭവം ഒന്ന് ഓർക്കണം കേട്ടോ. നമ്മുടെ ഒരു പൊതുശൈലി തന്നെ അങ്ങനെയാണല്ലോ, നമ്മളതിൻ്റെ വൈകാരികതയോടെ അറിഞ്ഞനുഭവിച്ച് കേൾക്കണം. ആ ഒട്ടക സംഘം പോകുന്നത് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുക മനസ്സിൽ. 70 ഒട്ടങ്ങളും 3 കുതിരകളും അസ്ഹാബുൽ ബദർ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ അടുത്തെത്തുമ്പോൾ റസൂലുള്ള നിലത്തു കൂടെ ഇങ്ങനെ നടക്കുകയാണ്. സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപഥങ്ങളെ, മാമലകളെ, സമതലങ്ങളെ, ആറുകളെ, പുഴകളെ, ജലാശയങ്ങളെ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ, അർശിനെ, കുർശിനെ, ലൗഹിനെ, കലമിനെ, ബൈത്തുല്ലുസയെ, ബൈത്തുൽ മഅ്മൂറിനെ, സ്വർണവർണ്ണ ചിത്രശലഭങ്ങൾ പാറി വന്നിരിക്കുന്ന സിദറത്തുൽ മുന്തഹയെ എല്ലാം പടക്കാൻ കാരണഭൂതരായ അള്ളാഹുവിന്റെ റസൂൽ നടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് സഹാബത്ത് പലപ്പോഴും നടന്നവരെ കാലിന് പുളകനുണ്ടായി എന്നൊക്കെ പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇനി മറ്റൊരു സംഭവം കേട്ടോളൂ. അസ്ഹാബുൽ ബദർ 313 ആളുകളല്ലേ? ഈ 313 ആളുകളും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ഈ 313 ആളുകൾ ബദറിൽ പങ്കെടുത്തിട്ടില്ല. ബെയ്ത്തിലും പാട്ടിലൊക്കെ അങ്ങനെ പറയുന്നതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 സഹാബികളുടെ പേര് ഞാൻ പറയാം. അതിലൊന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കാത്ത ആളാണ്. പക്ഷെ നിങ്ങൾ ബദർ മൗലൂദ് എടുത്തു നോക്കൂ, ബദർ പടപ്പാട്ട് എടുത്തു നോക്കൂ, ബദറുൽ കുബറയോ ബദറുൽ സുഹറയോ ഒക്കെ എടുത്തു നോക്കൂ. അതിലൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേര് കാണാം. ഉസ്മാൻ റളിയല്ലാഹു ബദറിൽ ശരീരം കൊണ്ട് പങ്കെടുത്തിട്ട് പോലുമില്ല. നിങ്ങൾക്ക് അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ, അവരെ കല്യാണം കഴിച്ച ആൾ കൂടിയാണ് ഉസ്മാൻ റളിയല്ലാഹു. 2 മക്കളെ കല്യാണം കഴിച്ചിട്ട് ഈ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അസുഖമായതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ സമ്മതത്തോടെ ബദറിൽ പങ്കെടുക്കാതെ മദീനയിൽ തങ്ങിയ ആളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ അസ്ഹാബുൽ ബദറിന്റെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരുണ്ട്. ഇനി ഒരു 9 ആളുകളുടെ പേരുകൾ ഓർത്തു വെക്കണം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഒരു 9 ആളുകളുടെ പേര് ഓർത്തു വെച്ചോളൂ. ഒന്ന് ഉസ്മാൻ റളിയല്ലാഹു, 2 അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല. 3 അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല. നേരത്തെ പറഞ്ഞ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ആണോ വേറെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ആണോ എന്നെനിക്ക് കൃത്യമായി അറിയില്ല കേട്ടോ. ഒരു പക്ഷേ ഈ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു തന്നെ ബദറിൽ പങ്കെടുക്കാതെ എന്തോ അവിടെ കാത്തിരുന്നോ, അതിന് കൃത്യമായി അറിയാത്തൊരു കാര്യം ഞാൻ പറയാറില്ല.
ഇപ്പോൾ സഹാബാക്കളുടെ പേര് തന്നെ ഒരു പേരിൽ തന്നെ 5 ആളുകളുണ്ടല്ലോ ഇല്ലേ? ഇപ്പോൾ ബദർ മൗലൂദിലില്ലേ വസായദി 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 വസായദ്, എത്രയോ സായദിൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അബൂലുബാബ ആയിരിക്കാം. അപ്പോൾ അബൂലുബാബ റളിയല്ലാഹു പ്രസിദ്ധനായ അബൂലുബാബ റളിയല്ലാഹു റൗള ഷരീഫിൽ ഉസ്തുവാനത്തു അബൂലുബാബ എന്ന പേരിൽ ഒരു തൂണുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖബർ ഷരീഫിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തൂണാണ് ഉസ്തുവാന അബൂലുബാബ. അബൂലുബാബ റളിയല്ലാഹുവിനെ സ്വയം അവർ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ, ഞാൻ അതിലേക്ക് പോകുന്നില്ല, വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല, സ്വയം ആ തൂണിൽ ബന്ധിതനായി കിടന്നിട്ടുണ്ട് അബൂലുബാബ റളിയല്ലാഹു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ വഹി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആ കെട്ടഴിച്ച് വിടുന്നതൊക്കെ. ഇപ്പോഴും റൗള ഷരീഫിലെ പേരുണ്ട്. ആ അബൂലുബാബയാണ് നേരത്തെ ഞാൻ പറഞ്ഞ അബൂലുബാബ. ഈ പങ്കെടുക്കാത്ത അബൂലുബാബ ആരാണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദുമാർ കേൾക്കുന്നുണ്ടല്ലോ, ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, എനിക്കറിയാത്തൊരു കാര്യം ഞാൻ പറയുന്നില്ല. ഏതായാലും 3-ാമത്തെ ആൾ അബൂലുബാബയാണ്. 4-ാമത്തെ ആൾ അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം, അന്ധനായ സ്വഹാബിയാണ്, കണ്ണ് കാണാത്ത ആളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം ബദറിൽ പങ്കെടുത്തില്ല. 5 അസീമുബിനു അദിയ്യ റളിയല്ലാഹു അൻഹു. 6 ഖവ്വാത്തുബിനു ജുബൈർ റളിയല്ലാഹു അൻഹു. 7 ഹാരിസുബിനു സിമ്മ റളിയല്ലാഹു അൻഹു. 8 ത്വൽഹത്തുബിനു ഉബൈദില്ല റളിയല്ലാഹു അൻഹു. 9 സഈദുബിനു സൈദ് റളിയല്ലാഹു അൻഹു. 10 സഅദുബിനു ഉബാദ റളിയല്ലാഹു അൻഹു. പിന്നെ എന്തുകൊണ്ടാണ് ഉസ്മാൻ അടക്കം സഹാബക്കളെ ബദരീങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തിയത്? അവരുടെ സേവനങ്ങൾ കൊണ്ട്. അതാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ 10 പ്രധാന സഹാബികൾ ബദറിൽ പങ്കെടുത്തിട്ടില്ല എന്നത് കൃത്യമാണ്. ഹബീബിങ്ങളെ, ഈ 10 പേർക്ക് പ്രധാന കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മാനസികമായി അസ്ഹാബുൽ ബദറിൻ്റെ കൂടെയായിരുന്നു ഇവരുടെ മനസ്സ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ബദറിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഭാര്യയ്ക്ക് അസുഖമായതുകൊണ്ട് റസൂലുള്ളാഹി വരരുതെന്ന് പറഞ്ഞതാണ്. അപ്പോൾ മാനസികമായി ഐക്യദാർഢ്യപ്പെട്ടു അസ്ഹാബുൽ ബദറിനോട് ഈ 10 പേരും. ഇതൊരു നിലപാടാണ്. എങ്ങനെയെങ്കിലും ഞാനവിടെ പോയ എൻ്റെ ജീവൻ പോകുന്നുള്ള പേടി കൊണ്ട് പോകാതിരുന്നതല്ല. അങ്ങനെ പോകാതിരുന്ന ആളുകൾ ഖന്തക്ക് അല്ല വേറൊരു യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരെ കുറിച്ച് ദേഷ്യപ്പെട്ട ആയത്തിറങ്ങിയിട്ടുണ്ട്. ഇതങ്ങനെയല്ല, അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. എന്നാൽ അവരുടെ മനസ്സ് എപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആകാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പലസ്തീനിൽ നിരന്തരമായ പോരാട്ടം നടക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് അവരുടെ കൂടെയാണോ? ശരിക്ക് ആണ് എന്ന് നമ്മൾ പറഞ്ഞാലും അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട്? നിങ്ങൾക്കൊരവസരം കിട്ടുകയാണ് പലസ്തീനിലേക്ക് പോകാൻ. അങ്ങനെ കിട്ടില്ല ഒരിക്കലും. അങ്ങനെ കിട്ടുക പലസ്തീനിൽ പോകാനല്ല, ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ, ഇസ്രായേലുമുള്ള ഹമാസിൻ്റെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയാൽ ഞാനോ നിങ്ങളോ പോവുമോ? പോകില്ല. ഉറപ്പായും പോകില്ല. ഞാൻ ഏതായാലും പോകില്ല. നിങ്ങൾ പോകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവസരം കിട്ടി നിങ്ങൾ പോകുമോ പലസ്തീനിലേക്ക്? തല പോണൊരു കേസാണ്. ഈ മാതിരിയുള്ള ഫേസ് ടു ഫേസ് യുദ്ധമല്ലേ. എവിടെ നിന്നാണ് വെടി പൊട്ടുകയെന്നറിയില്ല, എപ്പോഴാണ് ബോംബ് വന്ന് വീഴുകയെന്നറിയില്ല. അപ്പോൾ പോകാത്ത ഒരാൾ, നമ്മൾ വെറുതെ പറയുന്നൊരു വാക്കാണ്, മാനസികമായി നമ്മൾ അവരോട് ഐക്യദാർഢ്യപ്പെടും. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ അവരോട് അതും വലിയ കാര്യം തന്നെയാണ്. മനസ്സുകൊണ്ട് ഐക്യദാർഢ്യപ്പെടുക. നമുക്ക് ആ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ പ്രതിരോധിക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ മനസ്സുണ്ട്, അതും പറ്റും. പക്ഷെ ഈ 10 പേര് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ ബദരീങ്ങളോട് ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുന്നു എന്ന് പറഞ്ഞവരല്ല. ഒരവസരം കിട്ടിയിരുന്നുവെങ്കിൽ ബദറിൽ പങ്കെടുക്കുകയും ശത്രുക്കൾക്കെതിരെ പോരാട്ടം നടത്തുകയും ചെയ്യണമെന്ന് അതമ്യമായ ആഗ്രഹമുണ്ടായിരുന്ന ആളുകളാണ് ഈ 10 പേർ. അതുകൊണ്ടാണ് അവർ പങ്കെടുക്കാതിരുന്നിട്ട് കൂടി അസ്ഹാബുൽ ബദറിൽ പെട്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരാൾക്ക് രോഗം ബാധിച്ചു. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉണ്ട്, സ്വഹീഹായ ഹദീസ് ഉണ്ട്. അയാൾ ജമാഅത്തിന് കൃത്യമായി പങ്കെടുത്തിരുന്ന ഒരാളാണ്. രോഗബാധിതനായി അയാൾക്ക് പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അയാൾ വീട്ടിലാണ് നിസ്കരിച്ചത്. റസൂലുള്ളാഹി പറയാണ്,
എങ്കിൽ വീട്ടിൽ നിസ്കരിച്ചാലും ജമാഅത്തിന് പങ്കെടുത്ത പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾക്കൊരു തരി കഴിയുമായിരുന്നുവെങ്കിൽ അയാൾ ഉറപ്പായും പള്ളിയിൽ വന്നേ നിസ്കരിക്കുമായിരുന്നുള്ളൂ. അപ്പം അയാൾക്ക് പറ്റാത്തത് കൊണ്ടാണ് മനസ്സും ശരീരം ഇവിടെയാണ്, ശരീരം അവിടെയാണെങ്കിലും മനസ്സ് ഇവിടെയാണ്, അതുകൊണ്ട് ആ പ്രതിഫലം ലഭിക്കുമെന്ന്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായ ഒരു മതമാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. മനസ്സിനാണ് നോക്കുന്നത്. നേരെ മറിച്ച് വീട്ടിൽ ജമാഅത്ത് നിസ്കരിക്കുകയും പള്ളിയിൽ പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ, അപ്പം അയാൾക്ക് ചെറിയ പനി വന്നു, അപ്പം അയാൾക്ക് ജമാഅത്തിൻ്റെ കൂലിയൊന്നും കിട്ടില്ല. കാരണം അയാൾ എപ്പോഴും വീട്ടിൽ നിസ്കരിക്കുന്ന ആളാണ്, പള്ളിയോട് അത്ര താല്പര്യം കാണിക്കാത്ത ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെയാണ് നമ്മുടെ ഏത് ഐക്യദാർഢ്യവും. ഇപ്പം നമ്മൾ ഭയങ്കര കോമഡിയാണ്. ഫേസ്ബുക്കിലൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ട് പറയും. ഒരാളും കൂടെ ഉണ്ടാവില്ല ഒരു വിഷയത്തിൽ, ചുമ്മാ പറയാം. ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ ചുമ്മാ അങ്ങനെയെങ്കിലും ഒപ്പം ഉണ്ടാകാമെന്ന് വാക്കെങ്കിലും നല്ലതാണ്. ഞാനും ഫേസ്ബുക്കിൽ അങ്ങനെ ഇടാറുണ്ട് അല്ലേ. പക്ഷെ അതൊക്കെ ചുമ്മാ പറയുന്ന ഒരു വാക്കാണ്. ഒരു കേസ് വന്നാൽ നമ്മൾ ആരെങ്കിലും അയാളെ പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ടോ? ഇല്ല. ഒരു വാക്കുണ്ടെങ്കിലും സഹായിക്കാൻ നിൽക്കുമോ? ഇല്ല. പിന്നെ എന്താണ് കൂടെ ഉണ്ട് പറഞ്ഞാൽ ആ ഫേസ്ബുക്കിൽ ടാഗ് ഇടുക, അതാണ് കൂടെ ഉണ്ടാകുക. ഈ 10 പേർ പങ്കെടുക്കാതിരുന്ന 10 പേർ അങ്ങനെ അവിടെ പോയാൽ ബദറിൽ പോയാൽ മരിക്കുമല്ലോ എന്ന് കരുതി മദീനത്ത് നിൽക്കുകയും എന്നാൽ കൂടെ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകളല്ല. ഒരവസരം കിട്ടിയിരുന്നുവെങ്കിൽ ബദറിൽ പങ്കെടുക്കണമെന്ന് അധമ്യമായി പ്രാർത്ഥിക്കുകയും പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ മദീനയിലിരുന്ന് കരയുകയും ചെയ്ത 10 പേരാണിവർ. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും അസ്ഹാബുൽ ബദറിന്റെ പേരെഴുതുമ്പോൾ ശാരീരികമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അസ്ഹാബുൽ ബദറിൽ ഈ 10 പേരുടെ പേര് വന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായോ? പിന്നെ ചില പ്രസംഗങ്ങളിൽ കേൾക്കാം, പരിശുദ്ധ റമളാനിലെ നോമ്പുകാരായി യുദ്ധം ചെയ്തു എന്ന് പറയുന്നതിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അറിയണമല്ലോ. അങ്ങനെയല്ല, ബദരീങ്ങൾ അന്ന് നോമ്പെടുത്തിട്ടല്ല യുദ്ധം ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടുണ്ട് ആ യാത്രയിൽ 1-2 ദിവസം അവർ നോമ്പെടുത്തിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ നോമ്പെടുത്തിട്ടില്ല, നിങ്ങൾ നോമ്പെടുക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സംഭവം വളരെ റെയറായ കാര്യങ്ങൾ പറയാന്നുള്ളത് ഒരു പോളിസി ആയതുകൊണ്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഖുറൈശികൾക്കിടയിൽ പുതിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പ്രസംഗത്തിൽ പറയാത്തത് പറയാന്നുള്ളത് ഒരു പോളിസി ആയതുകൊണ്ട്, അല്ല നമ്മൾ കേട്ടതിനെ കേൾക്കുമ്പോൾ രസമല്ലോ. ജുഹൈമ് ബിനു സ്വൽത്ത് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പിന്നീട് മുസ്ലിമായിട്ട് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഇവര് ജുഹ്ഫയിൽ തമ്പടിച്ച സമയത്ത് ആ സ്വപ്നം എങ്ങനെയായിരുന്നു? ഒരാൾ കുതിരപ്പുറത്ത് എൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഉത്തുബത്ത്, ഷൈബത്ത്, ഉമയ്യത്ത് അവരൊക്കെ പ്രധാനികളുടെ പേര് പറഞ്ഞിട്ട് അവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ശേഷം ആ വന്നയാള് കൂടെ ഉണ്ടായിരുന്ന ഒട്ടകത്തിന്റെ നെഞ്ചിൽ വെട്ടുകയും ഖുറൈശികളുടെ കൂടാരത്തിലേക്ക് ആ ഒട്ടകത്തെ പറഞ്ഞയക്കുകയും ചെയ്തു. കൊന്നിട്ടല്ല, കഴുത്തിന് വെട്ടല്ല, നെഞ്ചിലൊരു വെട്ട് ചുമ്മാ കൊടുത്തു. എന്നിട്ട് ഖുറൈശികളുടെ കൂടാരത്തിലേക്ക് പറഞ്ഞയച്ചു. ആ ഒട്ടകം ആ കൂടാരത്തിൽ മുഴുവൻ ഓടി നടന്നു. ആ രക്തം മുഴുവൻ അവരുടെ ശരീരത്തിലായി.
ഈ സ്വപ്ന വാർത്ത കേട്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഇതാ ബനുൽ മുത്തലിബിൽ നിന്ന് വീണ്ടും ഒരു നബി വന്നിരിക്കുന്നു എന്ന്. അബൂജഹൽ പറയാണ്, കളിയാക്കിയിട്ടാണോ പറഞ്ഞത് സത്യമായിട്ടോ പറഞ്ഞതല്ലേ, ഇതാ ബനു മുത്തലിബിൽ നിന്നൊരു പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. നാളെ മുസ്ലിങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ അവൻ അറിയാം ആരാണ് കൊല്ലപ്പെടുകയെന്ന്. അപ്പൊ കളിയാക്കി പറഞ്ഞതാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകത്വം കിട്ടിയത് ബനു മുത്തലിബിൽ നിന്നാണ്. അപ്പോൾ ഇയാൾ കളിയാക്കുകയാണ് ഈ മനുഷ്യനെ. അദ്ദേഹം സ്വഹാബിയായിട്ടുണ്ട്, പിന്നീട് ബദറിൽ അദ്ദേഹം സ്വഹാബിയല്ല, മുസ്ലിം അല്ല. ഫഹാദാ ഐലൻ നബിയുൻ ആഖിറു മിൻ ബനിൽ മുത്തലിബ് സയഅലമു ഗദൻ മനിൽ മഖ്തൂലു ഇൻ നഹ്നു ഇൽതഖൈന. നമ്മൾ കണ്ടുമുട്ടിയാൽ അറിയാം ആരാണ് കൊല്ലപ്പെടുക അറിയാം. പക്ഷെ ഈ സ്വപ്നം ഭയങ്കര ചർച്ചയായിട്ടുണ്ട് ഖുറൈശികൾക്കിടയിൽ. ഈ അബൂ സുഫിയാനും സംഘവും ശരിക്കും മക്കയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചരിത്രത്തിന്റെ തുടക്കം പറയാതിരുന്നതാണ്. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ മുസ്ലിങ്ങൾ പിടിച്ചു വെച്ചു എന്ന് കള്ളം പ്രചരിപ്പിച്ചിട്ടാണ് ഉളരിടയിലും നഖത്തേറി കുതിക്കുന്നേ. മക്കയിൽ പോയി അയാൾ കള്ളം പറയുകയാണ്. ഇസ്ലാമിക ലോകത്തിനെതിരെ എന്നും ഇസ്ലാമോഫോബിക്കുകളായ ആളുകൾ കള്ളമാണ് പ്രചരിച്ചിട്ടുള്ളത്. അത് ഇന്ത്യയിലാണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി, ആഗോളതലത്തിലാണെങ്കിലും ശരി, ചാനലുകളിലാണെങ്കിലും ശരി, ഇസ്ലാമിനെതിരെ ശത്രുതയുണ്ടാക്കാൻ ശത്രു എപ്പോഴും ആദ്യം ഉപയോഗിക്കുന്നത് കള്ളമാണ്, നുണ പ്രചരിപ്പിക്കുകയാണ്, അല്ലേ? ഇപ്പൊ ഗുജറാത്ത് കലാപം ഉണ്ടായി 2000-ഓളം ആളുകൾ മരിക്കുന്ന ഒരു കലാപത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാം. ഗുജറാത്ത് സമാചാർ എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഹിന്ദു പത്രത്തിൽ വന്ന ഒരു കള്ള വാർത്തയായിരുന്നു. ആ പാവം ഹിന്ദു സഹോദരങ്ങൾ ഇവരുടെ വാക്ക് കേട്ട് യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടു. അപ്പൊ നോക്കി, ഇവിടെയും കൃത്യമായി അബൂ സുഫിയാനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടില്ല. തടയാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടായിരുന്നു, പക്ഷെ ഇവർ കള്ളം പ്രചരിപ്പിച്ചു. അപ്പോൾ ഈ കള്ളം പറഞ്ഞതിന്റെ പേരിൽ മക്കയിൽ അയാൾ പറഞ്ഞു ലംലമ് പറഞ്ഞു, ഖുറൈശികളെ, നിങ്ങൾക്ക് അഭിമാനമുണ്ടോ? നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ചെറുപ്പക്കാരെയും ഒക്കെ പിടിച്ചു വെച്ചിരിക്കുന്നു മുഹമ്മദ്. കള്ളമാണ്. അബൂ സുഫിയാൻ അപ്പോഴും സഹറായിൽ എത്തിയിട്ടുള്ളൂ. അപ്പോഴാണ് ഈ 1000-ഓളം വരുന്ന സേന മക്കയിൽ നിന്ന് വരുന്നത്. പല ഗോത്രങ്ങളിൽ നിന്ന് സമ്പത്തൊക്കെ എടുത്തിട്ട് ഇവർ വരുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, അബൂ സുഫിയാനും സംഘവും മദീനയിൽ നിന്ന് സുരക്ഷിതമായി മക്കയിലേക്ക് രക്ഷപ്പെട്ടു എന്നത് കൃത്യമായി അറിഞ്ഞിട്ട് പോലും അഹങ്കാരം കൊണ്ട് അബൂജഹല് യുദ്ധത്തിലേക്ക് എടുത്തു ചാടുകയാണ് ചെയ്തത്. അഹങ്കാരം കൊണ്ട് അബൂജഹല് യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ആ നിലപാടിനോട്, അബൂജഹലിന്റെ ആ തെറ്റായ നിലപാടിനോട് വിയോജിച്ചുകൊണ്ട് അഖ്നസ് ബിനു ശരീഖിന്റെ നേതൃത്വത്തിൽ ബനു സുഹ്റ ഗോത്രക്കാരായ 300-ഓളം ആളുകൾ മക്കയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ആണ്. അപ്പോൾ ഒരു 1300-ഓളം ആളുകളാണ് ആദ്യം തുടക്കത്തിൽ അവിടെ നിന്ന് വന്നത്, മക്കയിൽ നിന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ റിപ്പോർട്ടിലുണ്ട്. 300-ഓളം ആൾക്കാർ തിരിച്ചുപോയി പേടിച്ചിട്ട്. അതാണ് ഇസ്ലാമും കുഫിരിയത്തും തമ്മിലുള്ള അടിസ്ഥാനപരമായ മാറ്റം. അതാണ്. ഒന്ന് ആവേശപ്പുറത്താണ്, ഒന്ന് ആദർശ പ്രചോദിതമായി വരുന്നവരാണ്. ഇസ്ലാം ആദർശ പ്രചോദിതമായി വന്ന ഒരു സമൂഹമാണ്. മറ്റൊരു ആവേശപ്പുറത്താണ്. പല ആവേശങ്ങളിൽ ഒരു ആവേശം. അതുകൊണ്ട് തന്നെ ബനു സുഹറ ഗോത്രത്തിൽപ്പെട്ട ഒരൊറ്റയാളും ബദറിൽ പങ്കെടുത്തിട്ടില്ല. അപ്പൊ യുദ്ധമുന്നണിയിൽ അനൈക്യമുണ്ടായി, സൈന്യത്തിൽ കൊഴിഞ്ഞുപോക്കുണ്ടായി എന്നത് ശത്രുക്കളെ ആദ്യം ഭീതിപ്പെടുത്തിയ ഒരു കാര്യമാണ്. വേറൊരു സംഭവം കൂടിയുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സൈന്യത്തെ 2 ഭാഗമാക്കുകയായി തിരിച്ചു. ഒന്ന് മുഹാജിറുകളുടെ സംഘം, ഒന്ന് അൻസാറുകളുടെ സംഘം. മുഹാജിറുകളെ പ്രതിനിധീകരിച്ച് ഇത് നിങ്ങൾ ഒന്നുകിൽ എഴുതി വെക്കുകയോ മനസ്സിൽ ഉറപ്പിച്ച് കേൾക്കുകയോ ചെയ്യണം. ആവർത്തിച്ച് പറയുന്നത് അരോചകത്വമായതുകൊണ്ട് ഞാൻ 2-3 തവണ ഒരു വാക്ക് പറയുന്നത് അത്ര ശരിയല്ല. എഴുതി വെക്കുകയും ചെയ്യണം. വെറുതെ ഒരു ഓളത്തിൽ കേൾക്കരുത് ബദർ.
രണ്ട് സംഘത്തിൽ ഒരു സംഘത്തെ മുഹാജിറുകളുടെ സംഘം, അൻസാറുകളുടെ സംഘം. മുഹാജിറുകളുടെ സംഘം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്നവരാണ്. അൻസാറുകളുടെ സംഘം എന്ന് പറഞ്ഞാൽ മദീനക്കാരാണ്. അപ്പോൾ മുഹാജിറുകളുടെ സംഘത്തെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആണ് നയിക്കുന്നത്. അൻസാറുകളുടെ സംഘത്തെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ് നയിക്കുന്നത്. നോക്കൂ, യുദ്ധത്തിൽ പങ്കെടുക്കാത്ത 10 പേരിൽ സഅദ് ഇബ്നു മുആദ് എന്നൊരു പേരും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ അത് വേറെ സഅദ് ഇബ്നു മുആദ് ആയിരിക്കും. അവർ രണ്ടുപേർക്കും ഓരോ കറുത്ത കൊടി നൽകി. അലി റളിയല്ലാഹു അൻഹുവിന് കറുത്ത കൊടി, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് കറുത്ത കൊടിയാണ് നൽകിയത്. അല്ലാഹു അഅലം, അതിൻ്റെ ഒരു ഹിക്മത്ത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കറുത്ത കൊടിയാണ് നൽകിയത്. കറുപ്പ് ചിലപ്പോൾ നീതിയുടെയൊക്കെ ഒരു അടയാളമാണ്, അല്ലേ? അപ്പോൾ ഇസ്ലാം യുദ്ധ സന്ദർഭത്തിൽ പോലും നീതി ഉയർത്തിപ്പിടിക്കാന്ന് മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹുവിന് ആ പതാക കൊടുക്കുന്നതിൽ ഒരു വലിയ സന്ദേശമുണ്ട്. അത് കുടുംബം എന്ന നിലക്ക് മാത്രമല്ല, അതല്ല ശരിക്കും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മഅരിഫത്തിൻ്റെയും കേന്ദ്രമാണ് അലി റളിയല്ലാഹു അൻഹു. കറുപ്പും അതുമായി ബന്ധപ്പെടുത്തി സൂഫി സരണികളിലെ ഉലമാക്കൾ ധാരാളം വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരു പബ്ലിക് വേദിയിൽ അത്തരം ഒരു വിശദീകരണത്തിന് ഞാൻ തയ്യാറെടുക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, മുസ്ലിങ്ങളെ മൊത്തം പ്രതിനിധീകരിച്ചുകൊണ്ട് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് ഒരു വെളുത്ത കൊടി നൽകി. അബൂ താഹിർ ഫൈസി ഉസ്താദ് ലൈവിലുണ്ട്, മാഷാ അല്ലാഹ്. ഉസ്താദ് ദുആ ചെയ്യും, അല്ലാഹു ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് വെളുത്ത കൊടി. അതാണ് നമ്മൾ ബദർ പടപ്പാട്ടിൽ കേട്ടത്. എന്താണ്? ബദറുൽ ഹുദാ യാസീനൽ നബി ഖറജായ് അന്നേരം. പിന്നെന്താ? വളർകൊടി മൂണ്ടണ്ണങ്കെട്ടിടയതിലുണ്ടൈ അബിയൽ വർണ്ണമതാം പിൻ രണ്ടും അസുവതുമാമേ. ഒരു വെളുത്ത കൊടി, 2 കറുത്ത കൊടി. സൈന്യത്തിന്റെ വലതുഭാഗത്ത് സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ നിർത്തി, ഇടതുഭാഗത്ത് മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെ നിർത്തി. സൈന്യത്തിന്റെ മൊത്തം നേതൃത്വം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തു. ഹബീബിങ്ങളെ, ഇവിടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ആയുധബലം കൊണ്ടോ ഭൗതികമായ സന്നാഹം കൊണ്ടോ ഒന്നുമല്ല ബദർ ജയിക്കുന്നത്. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദമ്യമായ പ്രണയവുമാണ് അസ്ഹാബുൽ ബദറിന്റെ വിജയത്തിന്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് നിങ്ങൾ ഓർക്കണം. നമുക്കിന്ന് ഫേസ്ബുക്കിൽ ധാരാളം പോസ്റ്റ് ഇടാം. ബദർ ദിനത്തിന്റെ ഒരുപാട് പോസ്റ്റ് ഞാൻ കണ്ടു. ഞാനും ചിലപ്പോൾ ഈ ലൈവ് കഴിഞ്ഞ് എഴുതും. ആ പോസ്റ്റ് ഇടുമ്പോഴൊക്കെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ബദർ ജയിക്കുന്നത് ഏതെങ്കിലും ഭൗതികമായ ഒരു പൊളിറ്റിക്കൽ സംവിധാനം കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ആയുധ സംവിധാനങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ബദർ ജയിക്കുന്നത്. അങ്ങനെയൊക്കെ ചില തീവ്രവാദ സംവിധാനങ്ങൾ വിചാരിക്കുന്നുണ്ട് കുറേ ആയുധങ്ങൾ ഉണ്ടായ വിജയിക്കാൻ. ആത്മീയ വിജയമാണ് ബദർ നൽകുന്നത്. നിങ്ങൾ നോക്കൂ, ഞാൻ ഒരു അനൗൺസ് ചെയ്യുകയാണ്. നാളെ രാവിലെ ഒരു 10 മണിക്ക് അനിവാര്യമായ ഒരു യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്, തൃശ്ശൂരിൽ വെച്ചിട്ടാണ്. നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരണം. നമ്മൾ ഒരു 10-300 ആൾക്കാർ വരണം. കയ്യിൽ 3 കുതിരയും 70 ഒട്ടകങ്ങളേ ഉള്ളൂ എന്ന് വരുന്നത്. ബോംബോ അല്ലെങ്കിൽ മറ്റേ ഇത് മാത്രം എടുത്ത് കട്ടിയിടരുത് കേട്ടോ, ബാക്കി അങ്ങോട്ടും കേൾക്കാതെ. അപ്പുറത്ത് 1000-ഓളം RSSകാരോ സംഘപരിവാറുകാരോ ഉണ്ട്. അവരുടെ അടുത്തൊക്കെ ആയുധമുണ്ട് എന്ന് പറഞ്ഞാൽ മുത്തുമോമിനിങ്ങളെ, ഈ ഭയങ്കര പോസ്റ്റ് ഇടുന്ന ആൾക്കാരോ ഭയങ്കരമായി ബദർ പറഞ്ഞ ഞാനോ നാളെ 10 മണിക്ക് തൃശ്ശൂരിൽ ഉണ്ടാവില്ല. അപൂർവം ചില ആൾക്കാർ ചിലപ്പോൾ ആന്നൊക്കെ പറഞ്ഞേക്കാം, പക്ഷെ ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ടാവില്ല. അസ്ഹാബുൽ ബദറിന്റെ ഒരു മനക്കരുത്തിന് ഇന്ന് നമ്മൾ നെയ്ച്ചോറ് ഇറച്ചൊക്കെ തിന്നാൻ പോവാണ്. അത് തിന്നതും കുറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ പുണ്യകരമായ കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ എത്ര ആൾക്കാർ തയ്യാറുണ്ടാവും? എത്ര ആൾക്കാർ തയ്യാർ?
യെസ്, ആരാ? അപ്പം നമ്മൾ എത്ര ആൾക്കാർ തയ്യാറുണ്ടോ? അവിടെയാണ് അസ്ഹാബുൽ ബദറിൻ്റെ അപാരമായ തവക്കുലിൻ്റെയും മെഹബത്തിൻ്റെയും അടയാളം എന്ന് പറയുന്നത് അവിടെയാണ്. എന്താണ് വായി? വാൽ തുറക്കൂ. ആ യെസ്, ആ അങ്ങട്ടാ ആര് തന്നെ അവിടെ മറ്റേ സ്ഥലമില്ലേ? അവിടെ തുറന്നിട്ടില്ലേ? അല്ലെങ്കിൽ തുറന്നു എടുത്തോ, എത്ര വേണം എടുത്തോട്ടോ. ആ ഗേറ്റുള്ളത് ആ തുറക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ള എടുത്തോട്ടോ. അതെ, ഞാൻ ആരാന്ന് മനസ്സിലായില്ല കേട്ടോ. അല്ലാഹുവേ, അങ്ങനെ ഇരു വിഭാഗം ബദറിൽ എത്തിപ്പെടുകയാണ്. ഇതിൽ ബദറിൽ പോയവരൊന്ന് കമന്റ് ചെയ്യട്ടോ. ഞാൻ ആവർത്തിച്ച് എല്ലാ ലൈവിലും പറയുന്ന പോലെ ഇവിടെയും പറയുന്നു, നമ്മൾ ഏത് വിഷയം കേൾക്കുമ്പോഴോ കാണുമ്പോഴോ അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് മനസ്സിനെ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ബദറിൽ എത്തുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചോനെ ഇവിടെ ഇല്ല, അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ കുറേ കാലം കഴിയണമെന്ന് കൂടി എനിക്കൊരു അഭിപ്രായമുണ്ട്. എനിക്കങ്ങനെ ഒരു സമീപകാലത്താണ് അങ്ങനെ ഒരു ചിന്താഗതി വന്നത്. പണ്ടങ്ങനെ ആയിരുന്നില്ല. അപ്പം മദീനയിൽ പോകുമ്പോൾ കുട്ടിനല്ലേ, ഇത് എപ്പോഴും എത്ര മണിക്ക് ആവശ്യം? അപ്പോൾ വൈകുന്നേരം അവരോട് ഞാൻ പറയാം. അപ്പോൾ വിളിക്കാട്ടോ. ആ ഓക്കെ, താങ്ക് യു. അപ്പം അതിൻ്റെ സകല വൈകാരികതയോടെയും പോയി നിൽക്കണം. ഇപ്പോൾ റൗലയെ കുറിച്ച് നമ്മൾ ധാരാളം സയ്യിദ് അലി നൗഫൽ തങ്ങൾ ഞാൻ പോയിണ്. കീക്കോട്ട് തങ്ങളല്ലേ, മാഷാ അല്ലാ, ചാവക്കാട് കീക്കോട്ട് കുടുംബത്തിലെ ഒരു മഹാനായ തങ്ങളാണ് സയ്യിദ് അലി നൗഫി തങ്ങൾ. ഇപ്പോൾ ലൈവ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി തങ്ങളൊന്ന് ദ്വയരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ വരെ ദ്വയ ചെയ്യണം. മാഷാ അല്ലാ, തങ്ങളുടെ അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ നിങ്ങൾ ചാവക്കാട് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല, തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് നിന്ന് കൊടുങ്ങല്ലൂർ റൂട്ടിൽ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഞാൻ ജോലി ചെയ്യുന്ന മഹലിലാണ് കീക്കോട് ഉള്ളത്. തീക്കോട് എന്ന് പറയും, കീക്കോട് എന്ന് പറയും. അത് വലിയ ആരിഫീങ്ങളായ ആളുകൾ ജീവിച്ച, സയ്യിദന്മാർ ജീവിച്ച ഒരു മസാറാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വഴി പോകുമ്പോൾ അവിടെ ഒന്ന് കയറണം. അതിൽ സമീപകാലത്ത് ജീവിച്ച ഒരു മഹാനായ തങ്ങളുപ്പാപ്പുണ്ട്. അവരൊക്കെ അന്തരീക്ഷം മരിച്ചുപോയി. അപ്പോൾ അവിടുത്തെ ബംഗ്ലാവിലുള്ള തങ്ങളാണ്, അവിടുത്തെ മരുമകനാണ് സയ്യിദ് അലി നൗഫൽ തങ്ങൾ. വലിയ പ്രവാചക സ്നേഹിയാണ്. ഗൾഫിലൊരു എൻജിനീയറൊക്കെ ആയി ജോലി ചെയ്യുന്ന ആളാണ്. പിന്നീട് ആധ്യാത്മിക രംഗത്ത് ചില കാര്യങ്ങൾ ഞാൻ പരാമർശിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അവിടുത്തെ മജ്ലിസിൽ ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട്. അപ്പോൾ ഹബീബിങ്ങളെ അപാരമായ പ്രവാചക സ്നേഹമുള്ള ഒരാളാണ് സയ്യിദ് അലി നൗഫൽ തങ്ങൾ. അവരുടെ ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ ലൈവ് മദീനയിലൂടെയുള്ള യാത്ര ഇന്ന് കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. അവരെ പത്നിയും കുട്ടികളും ഒക്കെ കേൾക്കുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബ്ലഡാണ്, പേരക്കുട്ടികളാണ്. അപ്പോൾ ദുആ ചെയ്യാൻ വലിയ ഒരാളെ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അസ്ഹാബുൽ ബദറിൻ്റെ ദിവസത്തിൽ. എന്തായാലും നിങ്ങൾ അദ്ദേഹത്തോട് ദുആ വസിയത്ത് ചെയ്തോളൂ. അവർ ഇന്നത്തെ മജ്ലിസിൽ എപ്പോഴെങ്കിലും പടച്ചോനെ എന്നോട് ദുആ വസിയത്ത് ചെയ്തവരെന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഇൻക്ലൂഡ് ആവും. ഞാൻ എൻ്റെ മനസ്സിൽ അറിവുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാറുള്ളൂ. അത് യാഥാർത്ഥ്യമാണ് നിങ്ങളോട് പറഞ്ഞു. ഓക്കെ കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ദുആ വസിയത്ത് ചെയ്യാം. വേറെയും തങ്ങന്മാർ നമ്മുടെ ഇപ്പോൾ സയ്യിദ് ഹാഷിം തങ്ങൾ, മാഷാ അല്ലാ, സയ്യിദന്മാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിലേ നിങ്ങളോടൊക്കെ ദുആ വസിയത്ത് ചെയ്യാം. നമ്മൾ ഈ നാവിട്ട് അലക്കാന്നല്ലാതെ നിങ്ങൾ അള്ളാഹിനോട് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ ഹബീബിങ്ങളെ, നാസിർ അസരി ഉസ്താദിൻ്റെ വാപ്പമാനപ്പെട്ട അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളതിൻ്റെ വൈകാരികതയോടെ കാണണമെന്ന് നമ്മൾ എപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും പറയാറുണ്ട്. സമീപകാലത്താണ് ഇപ്പോൾ മുബാറക് റാവുത്തർ നമ്മുടെ ലൈവിലുണ്ട്. അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ഇന്ന് മദീനയിലേക്കുള്ള യാത്രയിലാണ് എന്ന് പറഞ്ഞു. ആദ്യം അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ ആ മെസ്സേജ് കണ്ടത്. ഞാൻ പറഞ്ഞു അതിൻ്റെ വൈകാരികതയോടെ റൗളയിൽ പോകണം, വെറുതെ ഒരു ഓളത്തിൽ പോകരുത്. അതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും മദീന ഒരു അനുഭവം സമ്മാനിക്കാത്തത്. മക്കത്ത് ഹജ്ജിനും ഉംറക്കും പോയിട്ട്
ഒരനുഭവം ഇല്ലാത്ത എത്രയോ ആളുകളുണ്ടല്ലോ, ചുമ്മാ പോയി വന്നേക്കാണ്. ഒരു കാര്യമില്ല മോമിനിങ്ങൾ. നമ്മളാ റൗളയിൽ ഇരുന്ന് പഠിച്ചവനെ ഇവിടെ എൻ്റെ നബി ഇരുന്നല്ലോ, ഇവിടെ അബൂബക്കറോ ഉമറോ ഇരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴും നമ്മുടെ മനസ്സ് പൊട്ടും. ആ കാർപ്പറ്റ് അല്ലെങ്കിലും അവിടെയല്ലേ ഇരുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഞാനും ബദറിൽ പോയിട്ടുണ്ട്, നിങ്ങളും പോയിട്ടുണ്ട്. ഇത് ഞാനൊരു വസിയ്യത്ത് പോലെ കാല് പിടിച്ച് പറയുകയാണ്. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ശരി, അതതിൻ്റെ അനുഭവ തീവ്രതയോടെ കാണുമ്പോൾ നമ്മുടെ കൽബ് പൊട്ടും. അപ്പോൾ ബദർ കാണാൻ പോകുമ്പോൾ നല്ല വെയിലായിരിക്കും, വെറുതെ ആൾക്കാർ വണ്ടി ഇറങ്ങി 5 മിനിറ്റ് കൊണ്ട് ചാടി ഇറങ്ങി ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് ഞാൻ ദേഷ്യത്തോടെ പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട്. 5 മിനിറ്റോടെ നിൽക്കാനായിക്കോളൂ ചിലപ്പോഴൊക്കെ, ഭാഗ്യം പോലെ ചിലപ്പോൾ കുറേ സമയം കിട്ടും. അപ്പോൾ ഹബീബിങ്ങളെ, ആ ജലാശയത്തിൻ്റെ ഒരു ഹൗള് ഇപ്പോഴും ഉണ്ട്. ആ ഹൗള് തന്നെയാണോന്ന് എനിക്കറിയില്ല, നമ്മളില്ലാത്തത് ഇങ്ങനെ ഉണ്ടാക്കി പറയാറില്ല. പക്ഷെ അവിടെ ഹൗള് ഇപ്പോഴും അതിൻ്റെ ഒരു ഭാഗം കിടക്കുന്നുണ്ട്. അതാ ബദർ യുദ്ധക്കളത്തിൻ്റെ അടുത്തല്ല, മസ്ജിദുൽ അരീസിൻ്റെ സമീപത്ത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയാം. ഖുറൈശികൾ ബദറിൻ്റെ ജലാശയത്തിനടുത്തുള്ള ഒരു മണൽക്കുന്നിന് പിന്നിൽ, ഇപ്പോൾ ബദറിൻ്റെ ആ മസ്ജിദുൽ അരീസിൻ്റെ അവിടെ നിന്ന് നോക്കി നിങ്ങൾക്കൊരു മണൽക്കുന്ന് കാണാൻ പറ്റും, കുറച്ച് ദൂരെയായിട്ട്. അതിൻ്റെ അപ്പുറത്താണ് നൗഫൽ തങ്ങൾ പോയിട്ടില്ലല്ലോ. ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. തങ്ങളെ നിങ്ങൾക്ക് ഞാനൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു അപേക്ഷ ഉത്തരവാദിത്വം എന്ന് പറയാൻ പറ്റില്ല, ഒരപേക്ഷ അങ്ങോട്ട് നൽകിയേക്കാണ്. പക്ഷെ നിങ്ങൾക്കതൊരു ഉത്തരവാദിത്വമായി. കുറേ ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്നുള്ള എല്ലാ തങ്ങന്മാരോടും ഞാൻ പറയണം, ഹാഷിം കാപ്പാട് കുറേ കാലയിൽ കണ്ടിട്ട്. അപ്പോൾ തങ്ങളിപ്പോൾ അത് കാണുന്നുണ്ടാവും ഉറപ്പായിട്ടും. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ആ ദുആയിൽ പെടും ഇൻഷാ അല്ലാഹ്. മുസ്ലിങ്ങൾ ജലാശയത്തിൽ നിന്ന് അല്പം അകലെയായിട്ടാണ് തമ്പടിച്ചത്. 2 വിഭാഗത്തിനും പരസ്പരം കാണാൻ കഴിയില്ലായിരുന്നു. മനസ്സിലായോ? 2 വിഭാഗത്തിനും പരസ്പരം കാണാൻ പറ്റില്ല. ഈ മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു മിനുസുള്ള, നിലയുറപ്പിച്ച സ്ഥലത്ത് മിനുസുള്ള ഒരു പൊടിയായിരുന്നു ഉണ്ടായിരുന്നത്. ബദറിൽ പോയവരൊക്കെ ആ കണ്ട അനുഭവത്തിന്റെ തീവ്രതയോടെ കേൾക്കണം. ഒരു പൊടിയായിരുന്നു അതവർക്ക് നടക്കാനും മറ്റും പ്രയാസം ഉണ്ടായി, സ്ലിപ്പ് ചെയ്യായിരുന്നു അവർ. മാത്രമല്ല അവർ പലർക്കും വലിയ അശുദ്ധി ഉണ്ടായി, ദീർഘമേറിയ നടത്തം, ക്ഷീണം. അത് ഭൗതികമായി ശരീരത്തെ ബാധിച്ചതുകൊണ്ട് സ്ഖലനമുണ്ടായി, കുളി നിർബന്ധമായി, ജനാപത്തുകാരായി. ആത്മീയമായും അതൊരു ചിന്തയുണ്ട്. ഒരു പബ്ലിക് ഡൊമൈനിൽ അത് പറയുന്നത് എത്രമാത്രം ശരിയാണെന്നത് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം വിടുക. നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ പറയും, അതിലൊരു ആത്മീയത കൂടിയുണ്ട് ആ കാര്യത്തിൽ. എപ്പോഴെങ്കിലും നിർബന്ധിച്ചാൽ ഞാൻ പറയാം. അപ്പോൾ ഹബീബിങ്ങളെ, അപ്പോൾ അവർക്ക് കുളിക്കണം, നല്ല ദാഹം ഉണ്ടാവുകയും ചെയ്തു, വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടു. ഖുർആൻ ആ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്കതൊന്ന് നോക്കാം. സൂറത്തുൽ ഖുർആനിലെ സൂറത്തുൽ അംഫാലിലെ 11-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദ് യുഗശ്ശീകുമുൻ നുആസ അമനതം മിൻ വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ ലിയുതഹിറകും ബിഹി وَيُذْهِبَ عَنْكُمُ الرِّجْزَ الشَّيْطَانِ وَلِيَرْبِطَ عَلَى قُلُوبِكُمْ وَيُثَبِّتَ بِهِ الْأَقْدَامَ. പരിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് അള്ളാഹു ഒരു മയക്കം പ്രദാനം ചെയ്തില്ലയോ? വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ, അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തന്നില്ലയോ? ലിയുതഹിറക്കും ബിഹി, നിങ്ങളെ അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. വയുദ്ഹിബ അൻകുമുർ റിജ്സ ശൈത്താൻ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ വലിയുർബിത അല ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് മഴ പെയ്തതേ. മഴ പെയ്തെങ്ങനെ ഹൃദയം ഉറക്കുക? ഞാൻ പറയാം. വയുസബ്ബിത ബിഹിൽ അഖ്ദാം, നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിക്കാൻ കൂടി വേണ്ടിയാണ് മഴ നൽകിയത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ അംഫാലിന്റെ 11-ാമത്തെ ആയത്താണ് പറയുന്നത്.
എല്ലാവരും ദുആവസിയത്തിലാണ്. ദുആവസിയത്ത് ചെയ്തോളും. പക്ഷെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. തങ്ങൾ ലൈവിൽ നിന്ന് പോയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പോകാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ തങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ, ഇൻഷാ അല്ലാ എന്നെങ്കിലും പറയും. അത്രയധികം ആളുകൾ കമൻറ്റ് ചെയ്തതല്ലേ, അല്ലെങ്കിൽ തങ്ങൾ എപ്പോഴെങ്കിലും കേൾക്കും. അപ്പോൾ ഹബീബിങ്ങളെ, ഇവിടെ കുറച്ച് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് ഞാൻ മഴ നൽകിയില്ലയോ നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന്, കാൽപാദങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന്. മഴ പെയ്ത കാൽപാദം സ്ലിപ്പാകുകയല്ലേ ഇത്. പക്ഷെ അവിടെ എൻ്റെ ഒരു ആത്മീയതയുണ്ട്. ഒന്ന്, അവർ സ്ഖലനം ബാധിച്ച്, എല്ലാവരും അല്ല, ഏകദേശം ആളുകളൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് കുളിക്കണം. അവർക്കൊരു നേരിയ മയക്കം അല്ലാഹു പ്രദാനം ചെയ്തു തന്നു. അപ്പോഴാണ് ആ മഴ നൽകിയത്. അപ്പോൾ ഈ പൊടി ഇതൊക്കെ ഒന്ന് അടങ്ങി കുടിക്കാനുള്ള വെള്ളം കിട്ടി, കുളിക്കാനുള്ള വെള്ളവും കിട്ടി. മുഹമ്മദ് നിഷാദ് അലനല്ലൂർ, ഇപ്പോൾ ഈ പറയുന്നതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അല്ലേ? അതെന്താന്ന് എനിക്കും നിങ്ങൾക്കും അഡ്മിൻസിനും മാത്രം അറിയുന്നതാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, വലിയ പ്രതിഫലം നൽകട്ടെ. ഇനി എപ്പോൾ പറയുമ്പോഴും അതിൻ്റെ ഒരു പ്രതിഫലം നിഷാദ് അലനല്ലൂരിന് പോകുന്നുണ്ട്. എന്താന്ന് ഞാൻ പരസ്യമായി പറയുന്നില്ല. അതായത് കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടയിൽ അസ്വസ്ഥത ഉണ്ടാവും. മനസ്സിലായോ? ശുദ്ധിയില്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല കൃത്യമായി മനസ്സിലാക്കണം. മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാകും. ഇപ്പോൾ ഒരാഴ്ച കുളിക്കാൻ പറ്റിയില്ല എന്ന് നമ്മുടെ മോട്ടർ കേടായി, അല്ലെങ്കിൽ വെള്ളം കിട്ടുന്നില്ല, നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഒരു ദിവസം 2 തവണയൊക്കെ കുളിക്കുന്ന ടീമാണ് നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ. മനസ്സിലായോ? അപ്പോൾ കുളിക്കാൻ പറ്റിയില്ല, അസ്വസ്ഥത ഉണ്ടാവും. അസ്വസ്ഥത എവിടെ ഉണ്ടായോ, ഹലോ, മനസ്സിൽ എവിടെ അസ്വസ്ഥത ഉണ്ടായോ അവിടെ പിശാച് ഇടപെടും. പിശാച് എവിടെ ഇടപെട്ടോ അവിടെ ആബ്സല്യൂട്ട്ലി ഭിന്നിപ്പുണ്ടാവും. ഇത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്ര. സയ്യിദ് അവർക്ക് ലൈവിലുണ്ട്, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മാഷാ അല്ലാ. അപ്പം നിങ്ങൾക്ക് ആ ദുആ കിട്ടും. പൈസ കൊടുക്കാത്ത ദുആയാണത്. 5 പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് ദുആ കിട്ടും. ഇതിൻ്റെ ഒരു പോക്കുകൾ കണ്ടോ? ശുദ്ധിയില്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാവും. അസ്വസ്ഥത ഉണ്ടായാൽ പിശാചിന് ആവേഗം അവിടെ ഉണ്ടാവും. പിശാച് ഇടപെട്ടാൽ ഉറപ്പായും ഭിന്നിപ്പുണ്ടാവും. ഭിന്നിപ്പുണ്ടായാൽ ഒരു സംഘം ഒരിക്കലും വിജയിക്കുകയില്ല. ഈ 4 കാര്യം ഇത് ബദർ പാഠമായി നൽകുകയാണ്. ബദർ ഒരു യുദ്ധം മാത്രമല്ല, മുഅ്മിനീങ്ങൾക്ക് ഖിയാമത്ത് നാളോളം അടയാളങ്ങൾ നൽകുകയാണ്. അത് ഈ കാലത്തും അങ്ങനെയാണ്. 2 വ്യക്തികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായി. അസ്വാരസ്യം ഉണ്ടായ ഉടനെ പിശാച് ഇടപെടും. പിശാച് ഇടപെട്ട ഉടനെ ഭിന്നിപ്പുണ്ടാവും. ഭിന്നിപ്പുണ്ടായാൽ നമ്മൾ പരാജയപ്പെടും. അത് സുഹൃത്തുക്കൾക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, അമ്മായിമ്മ മരുമക്കൾക്കിടയിൽ, നാത്തൂന്മാർക്കിടയിൽ, ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ, മാതാപിതാക്കൾക്കിടയിൽ, ഒരു ഗ്രാമത്തിൽ, ഒരു സംഘടനയിൽ, ഒരു രാജ്യത്ത്, എവിടെയാണെങ്കിലും ശരി, അസ്വസ്ഥതയുണ്ടായാൽ പിശാച് ഇടപെടും. പിശാച് ഇടപെട്ടാൽ ഭിന്നിപ്പുണ്ടാകും. ഭിന്നിപ്പുണ്ടായാൽ പരാജയം ഉറപ്പായിരിക്കും. ഇത് ബദരീങ്ങളെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു മഴ നൽകി, അവരുടെ മനസ്സിന്റെ അസ്വസ്ഥത പോയി. കുളിക്കാതിരുന്നാലുള്ളൊരു പ്രയാസം അവർ മാറി. ഐക്യപ്പെട്ട മാത്രമേ വിജയിക്കുള്ളൂ എന്ന് ഉറപ്പായിരുന്നു. ഇത് ആത്മീയമായ വിജയമാണ്, ആയുധങ്ങളുടെ സന്നാഹ ബലത്തിന്റെ വിജയമല്ല. നോക്കൂ, അപ്പൊ അവർക്കിടയിൽ ഈ രജിസ ശൈത്താൻ പിശാചിന്റെ പ്രലോഭനങ്ങളിൽ അസ്ഹാബുൽ ബദർ വീണുപോയില്ല. വീണു പോകാതിരിക്കാനുള്ള അവരുടെ കാരണം അള്ളാഹു റസൂലുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഹബീബായ നബിയോടുള്ള അധമ്യമായ പ്രണയം കൊണ്ട് സകല പൈശാചികതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പൊ MDMA മദ്യത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞും ഭയങ്കര പ്രശ്നം നടക്കുന്നു. ക്യാമ്പയിൻ നടത്തുന്നു. അങ്ങനെ ക്യാമ്പയിൻ നടത്തണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു, നിങ്ങളും ആഗ്രഹിക്കുന്നു. അതൊക്കെ അതിൻ്റെ വഴിയിലൂടെ നടക്കട്ടെ. ഞാൻ 1 മാസം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു, എല്ലാ സംഘടനകളും ഈ ദൗത്യം ഏറ്റെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് മിഠായി കിട്ടുന്നത് പോലെ നമ്മുടെ കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്ന ഒരു സൈലന്റ് പോയിസണായി കയറുന്നിട്ടുണ്ട്. ഒരു സൈലന്റ് കില്ലറാകുന്നുണ്ട്. ബാറിൽ പോയി മദ്യപിച്ച് വീട്ടിൽ വന്നാൽ അവൻ ആടുകയോ നാവ് കുഴയുകയോ അതിൻ്റെ സ്മെല്ലെടുക്കുകയോ ചെയ്യും. പക്ഷേ MDMA ഈ ഡ്രഗ്സിലെ ഏത് ഐറ്റം ഉപയോഗിച്ചാലും ശരി,
ഇതൊന്നും പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല. സിന്തറ്റിക് ഡ്രഗ്സ്, അത് പൊടി രൂപത്തിലുണ്ട്, ക്രിസ്റ്റൽ രൂപത്തിലുണ്ട്, സ്റ്റാമ്പ് സൈസ് ഉണ്ട്, മിഠായി രൂപത്തിലുണ്ട്, സിറിഞ്ച് രൂപത്തിലുണ്ട്, പൊടി രൂപത്തിലുണ്ട്, ഇങ്ങനെ എക്സെട്ര എക്സെട്ര. 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ അത് അറിയാതെയോ അറിഞ്ഞോ ഉപയോഗിക്കപ്പെടുകയാണ്. നമ്മളത് പണ്ട് പറയുമ്പോഴൊക്കെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും. ഇപ്പം എങ്ങനെയാണ്? ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഹബീബിങ്ങളെ അതിൻ്റെ ക്യാമ്പയിനൊക്കെ സംഘടനകൾ നടത്തട്ടെ, നിയമപരമായ നടപടികൾ ഗവൺമെൻറ് നടത്തട്ടെ. പക്ഷെ മുഅ്മിനീങ്ങൾ ആളുകൾക്കുള്ളൊരു പ്രതിരോധം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്കിടയിൽ മഹബ്ബത്തുർ റസൂൽ കുത്തിവെക്കുകയല്ലാതെ, അതൊരു ലഹരിയാക്കുകയല്ലാതെ ഈ ആധുനിക ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതൊരു പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് അത്ര ശരിയല്ലാത്തതുകൊണ്ട് അതൊരു മാർഗമായി പറയുന്നില്ല. പക്ഷെ മുഅ്മിനീങ്ങളോട് പറയാലോ, പൊതുസമൂഹത്തോട് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അപ്പം അത് കളിയാക്കുന്നിട്ട് വെറുതെ റസൂലുള്ളാഹിനെയും കളിയാക്കും, പറഞ്ഞവനെയും കളിയാക്കും. അപ്പം അതിന് പകരമാണ് പൊതുവായി പറയാത്തത്. കുട്ടികൾക്കിടയിൽ ലഹരി ദീനായി, ഈമാനായി, മുഹമ്മദ് നബി ഒരു ലഹരിയായി വളരണം. ഇതൊരു പ്രതിരോധ മാർഗമാണ്. ഒരുപക്ഷെ മുസ്ലിം സംഘടനകൾക്കത് പ്രയോഗിക്കാൻ കഴിയും. അത് എത്രമാത്രം ആപ്റ്റായി ഉപയോഗിക്കാൻ കഴിയുന്നിടത്താണ് അതിൻ്റെ വിജയപരാജയങ്ങൾ. റസൂലുള്ളാഹിന്റെ തിരുചര്യയെ, ഹബീബായ നബിയോടുള്ള മഹബത്തിനെ അത് കുട്ടിക്കാലം മുതൽ ഇൻജക്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സംഘടനകൾ എത്ര വീതം നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മുടേതായ ഇന്റേണൽ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതൊരു ഫേസ്ബുക്കിൽ ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരുപാട് പദ്ധതികളും പരിഹാരങ്ങളൊക്കെ ഉണ്ട്. അതിന് കൊടുക്കുന്നതിൻ്റെ അത്രയുമെങ്കിലും ഒരു പ്രാധാന്യം തർബിയത്തിന് വേണ്ടി കൊടുക്കേണ്ടതിരിക്കുന്നു. എല്ലാ മുസ്ലിം സംഘടനകളും അങ്ങനെ തർബിയത്ത് നടത്താൻ കഴിയുന്ന സംഘടനകളോടാണ് പറയുന്നത്. ഒരു പക്ഷേ അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടാണെന്ന് കരുതുന്ന മുസ്ലിം സംഘടനകളുണ്ടെങ്കിൽ അവരത് വിട്ടേക്കും. അറ്റ്ലീസ്റ്റ് സുന്നി സംഘടനകളെങ്കിലും അതൊരു പദ്ധതിയായി ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു 20 കൊല്ലത്തിനിടയിൽ വമ്പിച്ച നാശമായിരിക്കും കേരള മുസ്ലിങ്ങൾ നേരിടേണ്ടി വരിക. യൂറോപ്പ് അതിവേഗം ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 2050 വരുമ്പോൾ ഇസ്ലാം ഏറ്റവും വലിയ പ്രചാരമായ മതം, ദ ഗ്രേറ്റസ്റ്റ് ഇസ്ലാം ആകാൻ പോകുമ്പോഴാണ് ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യചാരുതയെ, അതിൻ്റെ ആത്മീയമായ ചന്തചാരുതയെ അനുഭവിച്ചറിഞ്ഞ കേരളം 20 കൊല്ലത്തിനിടയിൽ അനിവാര്യമായ ഒരു അപകടത്തിലേക്ക് പോകും. ഇപ്പം ഇല്ല എന്നല്ല, പക്ഷേ പറയാനാവാത്തൊരപകടത്തിലേക്ക് പോകും. ഇൻഷാ അല്ലാഹ് SKSV ഇബാദ് നിലവിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ് ഇബാദൊക്കെ മുന്നിട്ടിറങ്ങി. അതിൻ്റെ രൂപങ്ങളൊന്നും ഒരു പൊതുവേദി പറയില്ല. നമ്മുടെ ഇന്റേണലായി നമ്മുടെ നേതാക്കന്മാരോടൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറങ്ങന്നെ അല്ലാതെ ഒരു മാർഗമില്ല. ഗവൺമെൻറ് അതിൻ്റെ നിയമ നടപടി സ്വീകരിക്കട്ടെ. സംഘടനയിൽ പൊതുവായി അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇത് ക്യാമ്പയിൻ ചെയ്യട്ടെ. നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ നിങ്ങൾ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യുക. ഒരു കാരണവശാലും മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല, അമുസ്ലിം കുട്ടികളാണെങ്കിലും ശരി, ലഹരിക്ക് അടിമപ്പെട്ടു പോകരുത്. അത് ഒരു സാമൂഹിക അരാജകത്വത്തിലേക്ക് വഴിമാറിപ്പോകും. അതുകൊണ്ട് നമുക്ക് മുഅ്മിനീങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെറിയ കുട്ടികൾക്ക് മഹബ്ബത്തുർ റസൂൽ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രാക്ടിക്കലും അക്കാഡമിക്കലുമായ രീതിയിൽ മഹബ്ബത്തിൻ്റെ രീതിയിൽ പകർന്നു കൊടുത്താൽ ലഹരി അള്ളാഹു റസൂലായി മാറണം. ഞാൻ വെറുതെ ഒരു വാക്കിന് വേണ്ടി പറഞ്ഞതല്ല. ഈ ലഹരി ബാധിച്ചിട്ടല്ലേ ബദരീങ്ങൾ ഇങ്ങനെ 1000ഓളം ആളുകൾ അപ്പുറത്ത് വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ ആലോചിച്ച് നോക്കി, അപ്പുറത്ത് വന്ന് ഇങ്ങനെ പടപടാതെ നിൽക്കുകയാണ്. ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ 3 കുതിരയുണ്ട്, 70 ഒട്ടകമുണ്ട്. അപ്പുറത്ത് എത്രയെന്നറിയോ? 700 കുതിരകളും 100 കുതിരകളും 700 ഒട്ടകങ്ങളും എല്ലാവരുടെ കയ്യിലും ജണൽക്കാരം സൃഷ്ടിക്കാൻ കഴിയുന്ന വാളും. ഇവിടെ വരുന്ന നോക്കുമ്പോൾ ഒരു കൊള്ളിത്തറി പോലും കയ്യിലില്ല. ഒരു കൊള്ളിത്തറി പോലും ബദരീങ്ങളുടെ കയ്യിലില്ല. പിന്നെ അവർ ലഹരി പിടിച്ച് നിൽക്കുന്നത് എന്താണ്? മഹബത്തിന്റെ ലഹരിയാണ്, അള്ളാഹു റസൂലിന്റെ ലഹരിയാണ്. ഇതന്നെയാണ് ഖിയാമത്ത് നാൾ വരെയുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്, മുഅ്മിനീങ്ങൾക്കുള്ള സൊല്യൂഷൻ. ഓക്കെ, പക്ഷെ അതാരും ഉൾക്കൊള്ളില്ല. നീ പറഞ്ഞ തന്നെ ട്രോളായി മാറും. എന്നാലും ആക്ഷേപിക്കപ്പെട്ടാലും ഞാനത് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ മഴ നൽകി അവർക്ക് ഭയങ്കര ശുദ്ധീകരണമൊക്കെ കിട്ടി. പക്ഷെ ഖുറൈശികൾക്ക് ആ മഴ ഭയങ്കര ബുദ്ധിമുട്ടായി, അവർക്ക് നടക്കാൻ കഴിയാതെ സ്ലിപ്പായി, അങ്ങനെ ഉണ്ടായി. അത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനായിരുന്നു, ഒരു തന്ത്രപരമായ. ഞാൻ സ്പിരിച്വലാണ്, ആത്മീയതയാണ് ബദർ എന്ന് പറഞ്ഞെങ്കിലും
അത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനമെങ്കിലും തന്ത്രപരമായ നീക്കങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ബദറിലെ ജലാശയത്തിനടുത്ത് മുസ്ലിങ്ങൾ സ്ഥാനം പിടിച്ചു. ശേഷം ഹുബാബ് ബിനുൽ മുൻദിർ റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരം അവിടെ ഒരു ഹൗല് നിർമ്മിച്ചു. ഇന്നൊരു പക്ഷേ മസ്ജിദുൽ അരീസിന്റെ സമീപത്ത്, ആ അരീസ് എന്ന് പേര് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒരു ഹൗലുണ്ട്, ഭാഗികമായി പൊളിഞ്ഞൊരു ഹൗല്. അത് തന്നെയാണോ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹൗല് എന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ ഒരു ഹൗല് ഇപ്പോഴുണ്ട്. അതിൽ വെള്ളം നിറയ്ക്കുകയും അവിടെ ഉണ്ടായിരുന്ന മറ്റ് കിണറുകളിൽ ഒരു പരിപാടി ചെയ്തു, ഞാനതോടെ പറയുന്നില്ല, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മാറും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ വെള്ളം കെട്ടി ഉണ്ടാക്കി. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒരു പന്തൽ നിർമ്മിക്കാം നബിയെ, സ്വഹാബത്തിന്റെ പ്രണയത്തിന്റെ ഒരടയാളം കൂടി ദൃശ്യമാകാൻ പോവുകയാണ്. കുറച്ച് സമയം കൂടി നമ്മുടെ മുന്നിലുള്ളൂ കേട്ടോ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒരു പന്തൽ നിർമ്മിക്കാൻ നബിയെ. യാ നബി അല്ലാ അലാ നബിനി ലക അരീശ അരീശ, ഞങ്ങളൊരു പന്തൽ നിർമ്മിക്കാം നബിയെ. ആരാണ് ഹൗലുണ്ടാക്കിയത്? ഹൗലുണ്ടാക്കിയത് സഅദ് ബിൻ അല്ല, ഹൗലുണ്ടാക്കിയത് ആരാന്നുള്ളൊരു അഭിപ്രായം കൃത്യമായിട്ട് അറിയില്ല. ഹുബാബ് ബിൻ മുൻദിറിന്റെ അഭിപ്രായ പ്രകാരമാണ് അവിടെ ഹൗല് നിർമ്മിച്ചത്. ഹൗല് നിർമ്മിക്കാൻ സഹാബത്തൊക്കെ എല്ലാവരും തയ്യാറായിട്ടുണ്ടാവും. ഹൗല് ഉണ്ടാക്കിയതിന് ശേഷം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അപ്പോൾ അതിന് ശേഷമാണ്, അതിന് മുമ്പാണ്. അപ്പോൾ ഹൗല് ഉണ്ടാക്കിയതിൽ സഹാബത്ത് എല്ലാവരും ഇൻക്ലൂഡ് ആയിരിക്കും. അല്ലാഹു അലം. അല്ലെങ്കിൽ അറിയുന്നവർക്ക് ഒരാൾ ഒറ്റയ്ക്ക് ഒരു ഹൗല് ഉണ്ടാക്കിയോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അറിയാത്ത പറയാൻ പറ്റില്ലല്ലോ. ആ അഭിപ്രായം പറഞ്ഞ ആളുടെ സഹാബിയുടെ പേര് ഹുബാബ് ബിനുൽ മുൻദിറാട്ട് റളിയല്ലാഹു അൻഹു. ചില സമയത്ത് ഒരു സംഘടനയിൽ ആനകൾ ഉണ്ടാവും, സംഘടനയിൽ മുയലുകൾ ഉണ്ടാവും, എലികൾ ഉണ്ടാവും, കുരങ്ങന്മാരുണ്ടാവും, ജീറാഫുകൾ ഉണ്ടാവും, ഒക്കെ ഒരു സംഘടനയിൽ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതായത് കുരങ്ങന്മാർ പറഞ്ഞ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരഭിപ്രായം പറയും, അടുത്ത അഭിപ്രായം പറയും, അടുത്ത പറയും. ഈ കുരങ്ങിന്റെ സ്വഭാവം അങ്ങനെയല്ല, അപ്പുറത്തിയാട്. അപ്പോൾ കുരങ്ങന്മാർ സംഘടനക്ക് ആവശ്യമാണ്. മുയലുകൾ ഉണ്ടാവും, ഭാവമായിട്ട് ഇങ്ങനെ ഇരിക്കും, അവരെ നമുക്ക് ആവശ്യമുണ്ട്. ജീറാഫുകൾ ഉണ്ടാവും, വളരെ ഉയർന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവർ പറയുള്ളൂ, അവരെ നമുക്ക് ആവശ്യമുണ്ട്. ആനകൾ ഉണ്ടാവും, സ്വന്തം വലിപ്പറിയാത്ത അഭിപ്രായങ്ങളൊക്കെ, സംഘടനക്ക് പറ്റാത്ത കുറെ അഭിപ്രായങ്ങളൊക്കെ പറയും, അവർ നമുക്ക് സംഘടനക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഉറുമ്പുകൾ ഉണ്ടാവും, ഉറുമ്പുകൾ അവരാണ് കൂട്ടായ്മ ഉണ്ടാക്കുന്നത്, പണിയെടുക്കുന്നതൊക്കെ ഉറുമ്പുകളാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ അഡ്മിൻ ഡെസ്കിൽ കുറേ 10-12 ആൾക്കാരുണ്ടാവും, എല്ലാവരും ഒരേ സമയം എല്ലായ്പ്പോഴും പണിയെടുക്കില്ല, കുറച്ച് ഉറുമ്പുകൾ ഉണ്ടാവും. ഒരു കല്യാണം നടക്കുക അങ്ങനെയാണ്, ഒരു വയലു പരിപാടി വെക്കുകയാണെങ്കിൽ അങ്ങനെയാവും. ഒരു സംഘടനയുടെ സമ്മേളനം വെക്കുകയാണ്, സ്വാഗതസംഘത്തിൽ 1500 ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷേ കുറച്ചാൾക്കാരെ പണിയെടുക്കണം. അപ്പോൾ ഉറുമ്പുകൾ ഉണ്ടാവും. എന്നതുപോലെ അഭിപ്രായം പറയാൻ ആളുകൾ ഉണ്ടാവും, ഒരു പണിയെടുക്കില്ല. അങ്ങനത്തെ ആൾക്കാരും വേണം, അഭിപ്രായം നല്ലതായിരിക്കും. അവർ സംഘടന എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം ചിലർ പറയല്ലേ, പ്രവർത്തിച്ചാൽ ചിലവർ പോസ്റ്റർ ഒട്ടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അവരെ നമുക്ക് ആവശ്യം. ചിലവർ പ്രസംഗിക്കുന്നവരായിരിക്കും, എന്നിട്ട് ചിലവർ വിമർശിക്കും, അവർ പ്രസംഗിക്കുക മാത്രമേ പ്രവർത്തിക്കില്ല. അങ്ങനെ പറയരുത്. പ്രഭാഷകരെയും നമുക്ക് ആവശ്യമുണ്ട്, എല്ലാവരെയും ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഹൗല് ഉണ്ടാക്കിയത് ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരമാണ്. നമ്മുടെ റാവുത്തർ അവിടെ കമന്റ് ഇട്ടിട്ടുണ്ട്, അന്നത്തെ ഹൗലല്ല ഇപ്പോഴത്തെ ഹൗല്, ഉസ്മാനിയ കാലത്ത് പുനർനിർമ്മിച്ചാണ്. അഭിപ്രായമുണ്ട്, പക്ഷേ അതേ സ്ഥലത്തായിരിക്കും അതിന്റെ പുനർനിർമ്മിതി ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ആ ഹൗലിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ പടച്ചോനെ ഇവിടെ അല്ലേ അത് ഉണ്ടാക്കിയെന്നൊരു ഓർമ്മ വേണ്ടേ? എന്തായാലും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ നബി അല്ലാഹ് അലാ നബിനി ലക അരീശ, ഞാൻ അങ്ങേക്ക് ഒരു പന്തലുണ്ടാക്കി തരട്ടെയോ നബിയെ, ഞങ്ങൾക്കൊരു റഷീദ് വൈസി ആകുമ്പോൾ തന്നെ കൂടല്ലേ, ഞാനൊരു സംഘടനയുടെ ഉദാഹരണം പറഞ്ഞതാണ്. ഇതെല്ലാം കൂടി ആളുകളുണ്ടാവും, പ്രസംഗിക്കുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും, അഭിപ്രായം പറയുകയും ചെയ്യും, എല്ലാത്തിനും ആൾക്കാരും ഉണ്ടാവും കേട്ടോ, അല്ലാത്തതുണ്ടാവും. തകൂനു ഫീഹി നുഇദ്ദു ഇൻദക റക, ഇനി പറയാൻ പോകുന്നത് ചിരിയോടെ കേൾക്കേണ്ടതല്ല. നമ്മുടെ അറിയുന്ന, ഞാൻ അഡ്മിനെ കുറിച്ച് പറഞ്ഞവരായി ചിരിച്ചപ്പോൾ ഞാൻ ചിരിച്ചു പോയതാണ്. അതായത്
ഇനി സഹാബത്തിൻ്റെ ഒരു ഡെഡിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഒന്നുകൂടി പറയണു, ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അങ്ങേക്ക് ഞങ്ങളൊരു പന്തൽ നിർമ്മിച്ചു തരാം, അവിടെ ഒരു വാഹനവും ഏർപ്പാടാക്കി തരാം, ഞങ്ങൾ യുദ്ധത്തിനിറങ്ങാം, അള്ളാഹു വിജയം തരുന്ന പക്ഷം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതല്ല മറ്റു വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഉടനെ അങ്ങ് വാഹനപ്പുറത്ത് കയറി മദീനയിലേക്ക് രക്ഷപ്പെടണം നബിയെ. സഹാബത്ത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ആ വാചകം ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്ക്. ഞങ്ങളെ പന്തലിരുന്നാൽ മതി, യുദ്ധത്തിന് വരണ്ട. അഥവാ വിജയിക്കുകയാണെങ്കിൽ ഞങ്ങളത് അങ്ങേ അറിയിക്കാം നബിയെ. അഥവാ അതല്ല സംഭവിക്കുന്നതെങ്കിൽ, പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ ഉടനെ ഞങ്ങളെ കാത്തു നിൽക്കരുത്, അങ്ങ് ആ വാഹനപ്പുറത്ത് കയറി മദീനയിലേക്ക് പോകണം നബിയെ. അവിടെ ഞങ്ങളെക്കാളേറെ അങ്ങയെ ഇഷ്ടം വെക്കുന്ന സ്നേഹജനങ്ങളുണ്ട് നബിയെ. അങ്ങ് യുദ്ധത്തിൽ അകപ്പെടുമെന്ന് അറിയുമായിരുന്നെങ്കിൽ അവരങ്ങയോട് കൂടെ വരാതിരിക്കുമായിരുന്നില്ല നബിയേ. മാ നഹ്നു ബി അശദ്ദലക ഹുബ്ബൻ മിൻഹും. ഹബീബിങ്ങളെ നോക്കൂ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നതിൽ വല്ലാത്ത അർത്ഥങ്ങളുണ്ട്. ഞങ്ങളെക്കാൾ അങ്ങയെ സ്നേഹിക്കുന്നവർ മദീനയിൽ ഉണ്ട് നബിയേ. ഞങ്ങളുടെ മരിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോകണം നബിയേ. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ ഒരു പോയിന്റ്, ആ വരാതിരുന്നവരൊന്നും നബിയോട് സ്നേഹമില്ലാത്തവരല്ല. നേരത്തെ പറഞ്ഞ മനസ്സിലായില്ലേ? മൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, ഒരു യുദ്ധത്തിൽ അകപ്പെടുമെന്ന് അവരും അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങയെ കൂടെ കൂടാതെ ഒരു മദീനയിൽ തങ്ങില്ല നബിയേ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ബദരീങ്ങൾ മദീനയിൽ നിന്ന് സഞ്ചരിക്കുന്നത് യുദ്ധത്തിന് വേണ്ടി ആയിരുന്നില്ല. അതിൻ്റെ ഒരു പശ്ചാത്തലം വിശദീകരിച്ചാൽ മനസ്സിലാവുള്ളൂ, സമയക്കുറവുണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ തന്നെ പറയുന്നുണ്ട്, രണ്ടാലൊരു സംഘത്തിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. നിങ്ങൾ തീർച്ചയായും ചിലപ്പോൾ തിരഞ്ഞെടുക്കുക യുദ്ധമില്ലാത്ത മറ്റൊരു സംഘത്തെ ആയിരിക്കും. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചത് നിങ്ങൾ സമരം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ സഹാബത്ത് ശരിക്കും പുറപ്പെടുന്നത് തങ്ങളുടെ അവകാശത്തിൽപ്പെട്ട ഖുറൈശികൾ കൊള്ളയടിച്ച മക്കയിൽ പിടിച്ചു വെച്ചപ്പെട്ട തങ്ങളുടെ സമ്പത്തുമായി അബൂ സുഫിയാൻ കച്ചവടത്തിന് പോയി തിരിച്ചു വരുന്നുണ്ടെന്നുള്ള വാർത്തയിൽ ആ കച്ചവട സംഘത്തിന്റെ സമ്പത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടത് പിടിക്കാൻ വേണ്ടിയാണ് ശരിക്കും സ്വഹാബത്ത് പോയിട്ടുള്ളത്. അല്ല, പോകുന്ന ഉടനെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ മുന്നോട്ട് വെക്കുന്ന പ്രൊപ്പഗണ്ട പോലെ ബദരീങ്ങൾ അങ്ങോട്ട് യുദ്ധത്തിൽ ചാടി പുറപ്പെട്ടതൊന്നുമല്ല. സൂറത്തുൽ അൻഫാലിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്, ഹദീസുകളൊന്നും മനസ്സിലാകുന്നുണ്ട്. പിന്നീടാണ് ഖുർആൻ ഇറങ്ങുന്നത്, യാത്രയുടെ ഇടവേളയിലാണ് പറയുന്നത്, നിങ്ങൾ മറ്റേ സംഘത്തെയാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നത്, ഹക്കിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അതൊരു യുദ്ധത്തിലേക്ക് അവർ പോകുന്നത്. മനസ്സിലായോ? ഖുറൈശികളൊക്കെ എത്തിയതിന് ശേഷം. അപ്പം അതുകൊണ്ട് തന്നെ ബദറിൽ പങ്കെടുക്കാതെ കച്ചവട സംഘത്തിന് വേണ്ടിയിട്ടല്ലേ പോകുന്നതെന്ന് ഓർത്തിട്ടും വരാതിരുന്ന സഹാബത്തുണ്ട് അവിടെ, പ്രായമുള്ളവരൊക്കെ. നിങ്ങളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ നഹ്നു ബി അശദ്ദ ലക ഹുബ്ബൻ മിൻഹും വലൗ ലന്നു അന്നക തൽഖാ ഹർബൻ മാ തഖല്ലഫു അൻക. നബിയെ, അങ്ങ് യുദ്ധത്തിൽ അകപ്പെടുമെന്ന് അറിയുമായിരുന്നുവെങ്കിൽ മദീനയിൽ ഇപ്പോൾ ബദറിലേക്ക് വരാത്ത ആളുകൾ അങ്ങയോടുകൂടെ വരാതിരിക്കില്ല നബിയെ. നബിയുടെ യുദ്ധമല്ലല്ലോ ലക്ഷ്യം. അങ്ങനെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബിങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. കട്ടായോ? എന്തോ സംഭവിച്ചോ?
സ്റ്റക്കായ പോലെ തോന്നുന്നുണ്ടല്ലോ. ഏറ്റവും വൈകാരികമായ ഒരു നിമിഷത്തിലാണല്ലോ സ്റ്റക്കായത്. എന്താണ് അങ്ങനെ പറ്റി? ഒന്ന് പെട്ടെന്ന് പറയൂ. സ്റ്റക്കായോ? ഷഹീർ മണലടി നമ്മൾ ഉസ്മാൻ ഖാന് മദീനത്ത് ഉണ്ടാകുന്നതിൻ്റെ മറുപടി പറഞ്ഞു. ഹബീബിങ്ങളെ, അപ്പോൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറഞ്ഞു. ആഹ്ലാദം കൊണ്ട് ഹബീബായ നബി ചിരിച്ചു. കണ്ണീരിൻ്റെ എന്താ സ്ഫടിക കുഞ്ഞുങ്ങൾക്കിടയിൽ കൂടെയും അള്ളാഹുവിൻ്റെ റസൂൽ ചിരിച്ചിട്ട് ദുആ ചെയ്തു. സഅദ് റളിയല്ലാഹുവിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. അതാണ് അതിൻ്റെ പശ്ചാത്തലം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഈന്തപ്പനയോല കൊണ്ട് ഒരു പന്തൽ നിർമ്മിച്ചു അവിടെ. ഹബീബിങ്ങളെ, സമയം കുറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രി ഇങ്ങനെ യുദ്ധമൈതാനിയിലൂടെ നടന്നിട്ട് ചില ഭാഗങ്ങളിലെത്തിയപ്പോൾ പറഞ്ഞു, ഇനി ഇവിടുന്ന് ശ്രദ്ധിക്കണേ, ഹാദാ മസ്റഉ തുബത്ത് ബിൻ റബീഅ وهذا مصرع شيبة بن ربيع وهذا مصرع أمية بن خلف وهذا مصرع أبي جهل بن هشام وهذا مصرع فلان غدا إن شاء الله. ഹബീബിങ്ങളെ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ പടക്കളത്തിലെ രാവിൽ നടന്നുകൊണ്ട് പറയുകയാണ്, ഹാദാ മസ്റഉ തുബത്ത് ബിൻ റബീഅ, ഇത് ഉത്ബത്ത് ബിൻ റബീഅ മരിച്ചു വീഴുന്ന സ്ഥലമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വഹാദാ മസ്റഉ ശൈബത്ത് ബിൻ റബീഅ, റബീഅയുടെ മകൻ ശൈബ മരിച്ചു വീഴുന്ന സ്ഥലമാണിത്. ഹാദാ മസ്റഉ ഉമയ്യത്ത് ബിൻ ഖലഫ്, ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ മകൻ ഉമയ്യ മരിച്ചു വീഴുന്ന സ്ഥലമാണിത്. ഹാദാ മസ്റഉ അബീ ജഹൽ ബിൻ ഹിശാം, ഹിശാമിന്റെ മകൻ അബൂ ജഹൽ മരിച്ചു വീഴുന്ന സ്ഥലമാണ്. ഓരോ പ്രമാണിമാരും മരിച്ചു വീഴുന്ന സ്ഥലം സ്പോട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചോക്കെ, ഇന്ന സ്ഥലത്ത് അതങ്ങനെ തെറ്റിയാൽ എന്താവും മുഅ്മിനീങ്ങളെ അവസ്ഥ? സ്വഹാബത്തിന്റെ ഇടയിലെങ്കിലും പ്രവാചകരുടെ വാക്ക് തെറ്റി എന്നുള്ള ഒരു ഇതുണ്ടാവില്ലേ? ഖുറൈശികൾ ഏതായാലും പറയുന്ന അറിയുന്നില്ല. സ്വഹാബത്തെങ്കിലും ചിന്തിക്കൂലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന്? യുദ്ധത്തിന്റെ തലേ രാത്രി സ്പോട്ട് ചെയ്യാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന സ്ഥലത്ത് വീഴും. പടച്ചവനെ, ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് പറയുന്നുണ്ട്, മാ തനഹ അഹദുഹും മൻ മൗളിഹി യദിഹി, അള്ളാഹുവിന്റെ റസൂല് ചൂണ്ടിക്കാണിച്ചു നിന്ന സ്ഥലത്ത് നിന്ന് ഒരിഞ്ച് പോലും തെറ്റിയിട്ടില്ല. ആ കിടന്ന ആൾ ഉത്തുബത്തും ശൈബത്തും വലീദും ഉമയ്യവും കിടന്നത് റസൂലുള്ള സ്പോട്ട് ചെയ്ത അതേ സ്ഥലത്താണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറയാണ്, യുദ്ധത്തിന്റെ തലേ ദിവസം രാത്രി മഴ പെയ്തു. ഞങ്ങളെല്ലാം മരച്ചുവട്ടിലും മറ്റും ഇടം പിടിച്ചു അവിടെ സുഖമായി കിടന്നുറങ്ങി. അതേസമയം പ്രഭാതം വരെ ഒരു മരച്ചുവട്ടിൽ നിസ്കരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലത്തെ രാത്രിയിൽ. നോക്കൂ, ഇത് ഭയങ്കര അത്ഭുതകരമായ ഒരു അവസ്ഥയിലേക്ക് കേൾക്കുന്നത്. ഒരു സ്ഥലത്ത് പറയണു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്പോട്ട് ചെയ്ത് ഇന്ന സ്ഥലത്ത് ഇന്ന ആള് മരിക്കും എന്ന് പറയണു, മരിച്ചു വീഴുന്നു പറഞ്ഞു. അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാതിരാത്രിയിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണത്? ഒരു ആത്മവിശ്വാസവും അതിര് കടക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ സഹായമല്ലാതെ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ലെന്ന അടിസ്ഥാനപരമായ തൗഹീദിന്റെ ബോധം നൽകുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സ്ഥലത്ത് ഉമയ്യത്ത് കിടക്കുമെന്ന് പറയാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയും?
വഹി കൊണ്ട് സംസാരിച്ച നബിക്ക് എന്നാ പിന്നെ ഉഷാറല്ലേ, നാളെ പരിപാടിക്ക് നേരം വെളുക്കട്ടെ പോട്ടിക്കാം, അങ്ങനെ വരുത്തി ഇരിക്കില്ല. പ്രാർത്ഥനയും വേണം, പ്രവൃത്തിയും വേണം. പ്രാർത്ഥനയില്ലാത്ത പ്രവൃത്തി വിഫലമാണ്, പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥന സാധാരണക്കാർക്ക് വിഫലമാണ്. പ്രാർത്ഥനയില്ലാത്ത പ്രവൃത്തി വിഫലമാണ്, പ്രാർത്ഥനയില്ലാത്ത പ്രവൃത്തി വിഫലമാണ്, പ്രവൃത്തിയില്ലാത്ത പ്രാർത്ഥന സാധാരണക്കാർക്കും വിഫലമാണ്. മനസ്സിലായോ? അവ രണ്ടുണ്ടാണ്. അപ്പോൾ ചില കുട്ടികളൊക്കെ SLC ജയിക്കാൻ വേണ്ടി പേന മന്ത്രിക്കാൻ കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞു, പേന എന്നെ എഴുതിയാൽ മതി, ഞാൻ ദുആ ചെയ്യാം, പക്ഷേ നന്നായി പഠിക്കണം. ഒരാൾ പഠിക്കൊന്നും ചെയ്യാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? സാധാരണക്കാർക്ക് കാര്യമില്ല. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ ഒരു പക്ഷേ എനിക്ക് ഭക്ഷണം വേണേ എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കിട്ടിയിട്ടൊക്കെ ഉണ്ട്, ഒരു പ്രവൃത്തിയും ചെയ്യാതെ. അതാണ് ഞാൻ സാധാരണക്കാർക്ക് എന്ന് കൃത്യമായി പറഞ്ഞത്. മോമിനികളെ നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം, പ്രവർത്തിക്കുകയും വേണം. അല്ലാതെ പ്രാർത്ഥിക്കാതെ ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകണം അല്ലേ? നിങ്ങൾ ഒട്ടകത്തെ കെട്ടു നിസ്കരിക്കാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു സഹാബത്തിൻ്റെ ലളിതമായ ചോദ്യം, നബിയെ ഞങ്ങൾ പ്രാർത്ഥിക്കാനല്ലേ പോകുന്നത്, ഒട്ടകത്തൊക്കെ പടച്ചോൻ കാക്കൂലേന്ന്. അപ്പോൾ റസൂലുള്ളാഹി അങ്ങനെയല്ലേ പറയേണ്ടത്? ശരിയാണ്, ഒട്ടകത്തൊക്കെ അള്ളാഹ് കാത്തോളി, കെട്ടാൻ വന്ന് നിസ്കരിക്കുന്ന, അങ്ങനെയാണ് റസൂലുള്ളാഹി പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമാജിൻ അനുസരിച്ച് പറയേണ്ടത്. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞാൽ എന്താ പറയുക, ഒട്ടകത്തെ അവിടെ കെട്ടിട് എന്നിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന. ഇത് വലിയ പാടാണ് മുഅ്മിനീങ്ങളെ. നമ്മൾ പരിശ്രമിക്കണം, ജോലിക്ക് അന്വേഷിക്കണം, ഒപ്പം പ്രാർത്ഥിക്കണം. ഒരു ജോലിയും അന്വേഷിക്കാതെ ഇങ്ങനെ ദ്വാരന്നെടുത്തിട്ട് കാര്യമില്ല. ജോലി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, ദ്വാരക്കാതിരുന്നിട്ടും കാര്യമില്ല. കാരണം പ്രാർത്ഥന വലിയ ഫലം ചെയ്യുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ് സുജൂദിൽ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. റസൂലുള്ളാഹി പ്രഭാതം വരെ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ആര്? നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനാണോ സുജൂദിൽ കിടക്കുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വന്നപ്പോൾ പുണ്യനബിയുടെ നൂറാനിയത്തിന്റെ തിരുശരീരത്തിൽ കിടക്കാറുള്ള ഷാള്, ഉത്തരീയം നിലത്ത് കിടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലത്ത് നിന്ന് ഹബീബായ പ്രവാചകരുടെ ഷാൾ എടുത്ത് പുതപ്പിച്ചിട്ട് പറഞ്ഞു, കഫാക 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 യാ റസൂലല്ലാഹ്. മതിയാക്ക് നബിയേ, കരയല്ല മുത്തേ, മതിയാക്കു നബിയേ. റസൂലുള്ളാഹിയെ താങ്ങി പിടിച്ചിരുത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം പറഞ്ഞ വർത്താനമൊക്കെ നിങ്ങൾ പല പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിറ്റേന്ന് രാവിലെ പ്രഭാതമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ പ്രസംഗം നടത്തുന്നുണ്ട്. പ്രസംഗം അപ്പോൾ ഉപകാരപ്പെടുന്നു, മനസ്സിലായില്ലേ? സഹാബത്തിനെ അണിനിരത്തിയിട്ടൊരു പ്രസംഗം നടത്തുന്നുണ്ട്. ഖുറൈശികൾ മണൽക്കുന്നിൽ നിന്ന് ബദറിന്റെ താഴ്വാരത്തിലേക്ക് ഇറങ്ങി മുസ്ലിങ്ങളുടെ സൈനിക ബലം നിരീക്ഷിക്കാൻ വേണ്ടി ഉമൈർ ബിൻ വഹബിനെ, പിന്നീട് മുസ്ലിമായി റളിയല്ലാഹു അൻഹു, നിരോധിച്ചു. അദ്ദേഹം കുറെ ബദരീങ്ങളുടെ അടുത്തുകൂടെ ഇങ്ങനെ പോയി നോക്കി. അടുത്തുകൂടെ പറഞ്ഞാൽ ഒരു നിരീക്ഷിച്ചിട്ട് കുറച്ചകലം പാലിച്ചു പോയി. 300 അതിലല്പം കൂടുതലോ ആളുകളുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം തരൂ, അവരെ ഒന്നുകൂടി ഞാൻ നിരീക്ഷിക്കട്ടെ. അങ്ങനെ നിരീക്ഷിച്ചിട്ട് മുമ്പിൽ പോയി പറയണേ, ആര്? ആ പേര് ഓർക്കണം കേട്ടോ, ഉമൈർ ബിനു വഹബ്. ഇതൊന്നും പ്രസംഗത്തിൽ അധികം കേൾക്കാത്ത ഉമൈർ ബിനു വഹബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. ഇപ്പോഴദ്ദേഹം ശത്രുപക്ഷത്താണ്. അദ്ദേഹം തിരിച്ചു പോയിട്ട് പറയാണ്, കൂട്ടരെ, നമ്മിൽ ഒരാൾ കൊല്ലപ്പെടാതെ അവരിൽ ഒരാളെ കൊല്ലാൻ നമുക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് മരണത്തെ കൊണ്ടുവരുന്ന പരീക്ഷണങ്ങളെ ഞാൻ കാണുന്നുണ്ട്. ഭയങ്കര ഡയലോഗാണത്. നമ്മളിൽ ഒരാൾ കൊല്ലപ്പെടാതെ അവരിൽ ഒരാളെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല. നോക്കുക, അവിടെ 313 ആൾക്കാരുള്ളൂ, ആയുധം കുറവാണ്, 3 കുതിര, 70 ഒട്ടകം, 4-5 വാള്. ഇപ്പുറത്ത് 1000-ഓളം ആളുകൾ, 700 ഒട്ടകം, 100 കുതിര, എല്ലാവരുടെ കയ്യിലും വാള്. എന്നിട്ടും ഇദ്ദേഹം പോയി പറയാണ്, നിങ്ങൾക്കൊക്കെ മരണം പിടികൂടുമെന്ന്
ഞാൻ ഓർക്കുന്നു. ഇത് കേട്ട ഉടനെ ഉണ്ടല്ലോ, ഇത് ബദറിന്റെ രാവിലെയാണ്, യുദ്ധം നടക്കാൻ പോകുന്ന പ്രഭാതത്തിലാണ് ഈ സംഭവം. ഹക്കീം ഇബ്നു ഹിസാം ഉത്തുബത്തിനോട് ചെന്നിട്ട് ഈ വിഷയം പറഞ്ഞു. യുദ്ധം ചെയ്യാതെ മടങ്ങാമെന്ന് അവർ തീരുമാനിച്ചു. കണ്ടോ, ഭിന്നിപ്പുണ്ടായാൽ പരാജയം ഉണ്ടാവും. അത് ശത്രുക്കളുടെ ഭാഗത്താണെങ്കിലും ശരി, മുസ്ലിങ്ങളുടെ ഭാഗത്താണെങ്കിലും ശരി, ഭിന്നിപ്പുണ്ടായ പരാജയം ഉറപ്പം. അവർ പറഞ്ഞു നമുക്ക് യുദ്ധം ചെയ്യാതെ മടങ്ങാന്ന്. അപ്പോൾ അത് ആവേശം കൊണ്ട് യുദ്ധത്തിന് വന്നവരാണ് ഖുറൈശികൾ. ആദർശ പ്രതിബദ്ധത കൊണ്ട് യുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടവരാണ് മുഅ്മിനീങ്ങൾ. ഒരൊറ്റ കുട്ടി പോലും ബദറിലെത്തിയവർ പിൻവാങ്ങിയിട്ടില്ല. അബൂജഹലിന്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം പറഞ്ഞു. അബൂജഹലിന്റെ അടുത്ത് കലി കയറിയിട്ട് അവൻ പറഞ്ഞു, മുഹമ്മദിനും നമുക്കിടയിൽ ഒരു വിധി വരുന്നത് വരെ എന്തായാലും നിൽക്കണം. അങ്ങനെ ഭയങ്കര തന്ത്രം പ്രയോഗിച്ചു. അങ്ങനെ റമദാൻ 17 വെള്ളിയാഴ്ചയാണ്. രാവിലെ ആയി, പ്രഭാതം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞു. യുദ്ധം തുടങ്ങാൻ എന്തെങ്കിലും ഒരു സ്പാർക്കിംഗ് ഉണ്ടാകണമല്ലോ. അപ്പോൾ മുസ്ലിങ്ങളുടെ ജലാശയത്തിൽ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവരാൻ വേണ്ടി ധൈര്യമുള്ളവർ മുന്നോട്ട് വരൂ എന്ന് അബൂജഹൽ വിളിച്ചു പറഞ്ഞു. യാ അല്ലാ, 2 സേനയും മുഖാമുഖം നിൽക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് സംഭവിക്കുന്നത്. അപ്പൊ അസ്വദുൽ മക്സൂമി തയ്യാറായി വന്നു. അസ്വദുൽ മക്സൂമി, ഇനി റളിയല്ലാഹു എന്ന് പറയണ്ട, ഖുറൈശികളുടെ ആളാ. അയാൾ പറഞ്ഞു, ഞാൻ ഒന്നുകിൽ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാനത് പൊളിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ല അശ്റബന്ന മിൻ ഹൗലിഹിം ഔ ല അഹ്ദിമന്നഹു ഔ ല അമൂതന്ന ദൂനഹു. ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഹൗദ് ഞാൻ പൊളിക്കും. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം വന്നു. ബദർ പടപ്പാട്ടിലെ ആ വരി അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യും. എന്താണത്? വമ്പുറ്റ ഹംസാറലിയല്ല ചാടിയത്, അവിടെ അസ്വദ് എന്ന് പറയുന്നുണ്ട് ആ പാട്ടിൽ. വെള്ളർത്ത് ഹൗലേന്ന് അല്ലേ? എനിക്ക് ബദർ പടപ്പാട്ട് അങ്ങനെ വൃത്തിയായിട്ട് അറിയില്ല. ഇവിടെ ഉണ്ടായിരുന്നു, എടുക്കാനും പാടാനും സമയമില്ല. അപ്പോൾ ഹബീബിങ്ങളെ അത് കമന്റ് ചെയ്തോളൂ, ഞാൻ പാടാം. ആ വരി മുഴുവൻ അറിയുന്നവർ. അങ്ങനെ അസ്വദുൽ മക്സൂമി ഹൗദിന്റെ അടുത്തേക്ക് വന്നു. ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നേരിട്ടു. പോരാട്ടത്തിനൊടുവിൽ ഹംസ റളിയല്ലാഹു അൻഹു വെട്ട് അസ്വദിന്റെ കണങ്കാലിനു കൊണ്ടു. അയാൾ ഹൗദിൽ നിന്ന് അല്പം അകലെ മറിഞ്ഞു വീണു. അപ്പൊ കണങ്കാലിന് വെട്ടേറ്റിട്ടും അയാൾ ഹൗദ് പൊളിക്കാൻ വേണ്ടി വന്നു. വെട്ടുകൊള്ളാത്ത കാലുകൊണ്ട് ഹൗദിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചവിട്ടിയപ്പോൾ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു കാലിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചൊരൊറ്റേറാണ് ഹൗദിലേക്ക്. ഹൗദിലിട്ട് വെട്ടി അസ്വദുൽ മക്സൂമിയെ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. നമ്മുടെ സമയം അവസാനിച്ചു, 5 മിനിറ്റുള്ളിൽ. അപ്പൊ അസ്വദിന്റെ മരണത്തിലൂടെ അപ്രതീക്ഷിതമായ ഒരു ആദ്യത്തെ ഷോക്കിംഗ് കിട്ടിയ ഖുറൈശികള് ഉത്ബത്ത്, ശൈബത്ത്, വലീദ് പ്രതികാരദാഹത്തോടെ ദ്വന്ദ്വ യുദ്ധത്തിന് ഇറങ്ങി. ഇപ്പുറത്ത് നിന്ന് ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉബൈദ റളിയല്ലാഹു അൻഹു 3 പേരിറങ്ങി. പുകിന്താറിരുപേരും അതീക്ഷണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പത്തി. ആ പാട്ടുണ്ട്. വമ്പുറ്റ ഹംസ റളിയല്ലാ ചാടിട്ടെമ്പിയ സുവദിൽ മാറടാ ബള്ളൽ നബി മഹ്മൂദർ ഹൗലീന്ന്. എന്താണ് അത്? പോയി വെള്ളം കുടിക്കുന്നോരാരടാ, അത് പോയി. വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ, തുമ്പിക്ക് മാമാദം പൊട്ടിയുള്ള മട്ടെ, കുറിയ വാക്കിനെ കേട്ട് വെളിപ്പെട്ട്. ഭയങ്കര സംഭവമാണത്, വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ 3 പേരിറങ്ങി ഹബീബിങ്ങളെ. അതില് ഉബൈദ റളിയല്ലാഹു അൻഹു ഉത്ബത്തിനെ നേരിട്ടു, അലി റളിയല്ലാഹു അൻഹു ശൈബത്തിനെ നേരിട്ടു, ഹംസ റളിയല്ലാഹു അൻഹു വലീദിനെ നേരിട്ടു. അലി റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു അധികം വൈകാതെ അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി. പക്ഷെ
ഉബൈദക്ക് കിട്ടിയത് ആരെയാണ്? ഉത്തുബത്തിനെ. നിങ്ങളത് ഒരു ഓളത്തിൽ കേൾക്കാതെ ആരെയാണ് നേരിട്ടതെന്ന് കൃത്യമായിട്ട് അറിയാൻ കേട്ടോ. നല്ല പ്രയാസം ഉണ്ടായിരുന്നു. ഉബൈദ റളിയല്ലാഹുവിന് നബിയേക്കാൾ 10 വയസ്സ് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ എത്ര വയസ്സാണ് ഉബൈദ റളിയല്ലാഹുവിന്? ഒരു ചോദ്യം ഒറ്റ മിനിറ്റിൽ മറുപടി പറയണം കേട്ടോ, ഉസ്താദുമാർ പറയരുത്. ബദറിൽ പങ്കെടുക്കുമ്പോൾ ഉബൈദ റളിയല്ലാഹു നബിയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പോൾ ഉബൈദക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ എത്ര വയസ്സാണ്? വേഗം പറയണേ. ബാങ്ക് കൊടുക്കാൻ 54 ബാങ്ക്, 51. ഒന്ന് വേഗം പറയാം ബീവിങ്ങളെ, ഒന്ന് വേഗം പറയും നിങ്ങള്. അറിയില്ല, എന്നാ അറിയണ്ട. അപ്പൊ റസൂലുള്ളാഹിക്ക് എത്ര വയസ്സാന്ന് അറിയേണ്ടി വരും. ഞാൻ പറഞ്ഞുതരാം. ഉബൈദ റളിയല്ലാഹു അൻഹു 63 വയസ്സുണ്ടാവും. 63 വയസ്സ് കേട്ടോ. 63 അല്ലെങ്കിൽ 65 വയസ്സുണ്ടാവും. നിങ്ങൾ ആലോചിക്കുക, 65 വയസ്സുള്ള ഒരാളാണ് ഈ യുദ്ധക്കളത്തിലുള്ളത്. എന്നാ കേട്ടോളൂ, ഹംസ റളിയല്ലാഹു അൻഹുവിന് 58 വയസ്സാണ്. എന്നാ കേട്ടോളൂ, അലി റളിയല്ലാഹു അൻഹുവിന് 19 വയസ്സാണ്, അല്ലെങ്കിൽ 20 വയസ്സാണ്. അലി റളിയല്ലാഹു 20 വയസ്സാണ്. നമ്മുടെ 20 വയസ്സുള്ള കുട്ടികൾ എവിടെയെന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഇസ്ലാമിക പരിപാടി നടത്തുകയാണെങ്കിൽ സഹായിക്കാണ്ടാവുമോ 20 വയസ്സുള്ള കുട്ടി? 20 വയസ്സുള്ള കുട്ടി ഇപ്പം ഈ ലൈവ് കേൾക്കുന്നുണ്ടോ? ഇല്ല. അവൻ റീല് കാണുമോ? ഞാനതിനെ കുറ്റപ്പെടുത്തില്ല. നിങ്ങളൊക്കെ സ്വർഗം ഉറപ്പിച്ച ആൾക്കാരാണ്. ഞാനൊഴികെ ബാക്കിയുള്ള ഈ ആൾക്കാരൊക്കെ സ്വർഗം ഉറപ്പിച്ച ആൾക്കാരാണ്. നമ്മുടെ 20 വയസ്സുള്ള കുട്ടി ഇപ്പൊ റീല് കാണുകയാണ്. അവന്റെ നേതാവ് തൊപ്പിയാണ്, തൊപ്പി. അവന്റെ നേതാവ് ഡബ്സിയാണ്. ഞാൻ ആ രണ്ടുപേരെ കുറ്റം പറയല്ല, നമ്മുടെ ആൾക്കാരെ പറയാം. ആരും കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. 20 വയസ്സുള്ളപ്പോഴാണ് യുദ്ധം ചെയ്യണം. ബാങ്ക് കൊടുക്കും. അസ്സലാമു അലൈക്കും. ബാക്കി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അസ്സലാമു അലൈക്കും.